നമസ്കാരം സുഹൃത്തുക്കളെ, 30 ഡേയ്സ് ചാലഞ്ചിന്റെ 12ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ 3 ദിവസമായിട്ട് ഇന്ത്യൻ ജോഗ്രഫിയാണ് എടുക്കുന്നത്. അപ്പൊ ഇന്നത്തോട് കൂടിയിട്ട് ഇന്ത്യൻ ജോഗ്രഫി അവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ് കേട്ടോ. ഇന്ത്യൻ ജോഗ്രഫിയുടെ മെഗാ മാരത്തോൺ ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ഫുൾ പുതിയ SSCRT ആണ് കേട്ടോ. എല്ലാതും പുതിയ SSCRTയിലുള്ള ഇന്ത്യൻ മതി കേട്ടോ. ഒരുപാട് നിങ്ങൾ കാട് കയറി പഠിക്കരുത്. ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, അതുമില്ല ഇതുമില്ല ഏതുമില്ലാത്ത ലെവലാകും. അപ്പോൾ ഇന്ത്യൻ ജോഗ്രഫിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാനവിടെ ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്ന് 10 മാർക്ക് വാങ്ങിക്കണം, അതിനുള്ളതൊക്കെ തന്നിട്ടുണ്ട്. നന്നായിട്ട് പഠിക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ താഴെ നമ്മുടെ സുഹൃത്തുക്കൾ ചോദിക്കുന്നുണ്ട്. നമ്മൾ 25 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നിർത്തിയിരിക്കുകയാണ് അല്ലേ. അപ്പൊ നമ്മൾ ഒരു കാര്യം ചെയ്യും, ഒരു ദിവസം തന്നെ 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ഒരൊറ്റ ദിവസം ഒരൊറ്റ ക്ലാസ്സിൽ 4-5 ക്വസ്റ്റ്യൻ പേപ്പർ ഒരൊറ്റ ഇതായിട്ടായിരിക്കും ചെയ്യുക കേട്ടോ. ചിലപ്പോൾ 2025 ഫുള്ളായിട്ട് ഒരൊറ്റ ദിവസം ചെയ്യും, 2026 ഒരൊറ്റ ദിവസം ചെയ്യും. അങ്ങനെയായിട്ട് എന്തായാലും നിങ്ങളുടെ മുന്നിൽ ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ആക്കി തരും. ഓക്കെ ആണോ? പക്ഷേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു, നമ്മളൊരു 50 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തിട്ടുണ്ടെങ്കിൽ 50 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾക്ക് അറിയാതിരിക്കാൻ പാടില്ല. 50 ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദ്യങ്ങൾ ബൈ ഹാർട്ട് ആയിരിക്കണം. അത് പക്കയായിരിക്കണം. എങ്കിൽ ഈ പ്രിലിംസ് നിങ്ങൾ നേടും. ഉറപ്പാണ് ഉറപ്പാണ് ഉറപ്പാണ്. ഓക്കെ, അപ്പൊ ഇതല്ലേ നമ്മുടെ സിലബസ് അല്ലേ? നിങ്ങളുടെ സിലബസ് ഇതാണ്. അപ്പൊ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ നമ്മൾ ഊർജ്ജ മേഖലയൊക്കെ നോക്കിയിട്ടുണ്ട്, ഗതാഗത വാർത്താവിനിമയ മേഖലയൊക്കെ ഞാൻ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്, വ്യവസായങ്ങൾ ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്സിൽ എടുത്തു തന്നു. അപ്പൊ ഇതെല്ലാം കൂടി ഉൾപ്പെട്ടത് ഗതാഗത വാർത്താവിനിമയവും ഊർജ്ജ മേഖല വരുന്നുണ്ട്. അതേപോലെ ഭൂമിശാസ്ത്ര സവിശേഷതകൾ എല്ലാം ഏതിൽ വരുന്നുണ്ട്? SSCRTയിൽ ഫുള്ള് വരുന്നുണ്ട് കേട്ടോ. അതെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരൊറ്റ ക്ലാസ് 3 മാരത്തോണായി നമ്മൾ ചെയ്യുന്ന ഇന്ത്യൻ ജോഗ്രഫി 10 മാർക്കിനുള്ളത് കേട്ടോ. അപ്പൊ നാളെ നമ്മൾ എന്ത് ചെയ്യും? അടുത്ത ടോപ്പിക് എടുക്കും. അപ്പൊ ഇത്രയും ലെസൺസ് ആണ് എന്ത് ചെയ്യുന്നത്? SSCRTയിൽ പഠിക്കാനുള്ളത് ഇന്ത്യൻ ജോഗ്രഫി ഭാഗത്ത് നിന്നും. അപ്പൊ നമ്മൾ ഈ ലെസൺ കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇത് കഴിഞ്ഞു, ഇതൊരൊറ്റ മാരത്തോൺ ആയിട്ട് തന്നു. നമ്മൾ ഇന്ന് ഇത് ഇത്രയും ലെസൺസ് ഫുള്ളും ഈ ഒരു ലെസൺ ഇന്ന് ഫുള്ള് മെഗാ മാരത്തോൺ ആണ്. ക്ലാസ്സിലേക്ക് കിടക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വലതുവശത്ത് കാണുന്ന ബെൽ ഐക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുക സുഹൃത്തുക്കളെ. അതേപോലെ താഴെ കമന്റ് ചെയ്യുക. കമന്റ് കാണുന്നുണ്ട് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദി അറിയിക്കുന്നു. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. കാരണം കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രേഡിനൊക്കെ നമ്മൾ മെയിൻസിന് VFA BPOLD ഒക്കെ പ്രാക്ടീസ് ചെയ്യണ്ടേ. നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് സമാധാനത്തോടു കൂടി റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടൊന്നും കാത്തിരിക്കാൻ പാടില്ല. നമുക്ക് മാർക്ക് കാണുമ്പോൾ തന്നെ അറിയും പ്രിലിംസ് കയറുന്നുള്ളൊരു ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ ക്ലാസ് നമ്മൾ എങ്ങനെയായിരിക്കും ചിട്ടയായിട്ട് 2026 ക്വസ്റ്റ്യൻ പേപ്പർ അങ്ങോട്ട് തുടങ്ങും. നമ്മൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ അനുബന്ധ വിവരങ്ങൾ പഠിച്ച് പുതിയ SSCRTയും BYക്കും ഒക്കെ ഉൾപ്പെടുത്തിയിട്ട് വ്യക്തമായിട്ടായിരിക്കും ക്ലാസ്സുകൾ കൊണ്ടുപോകുക. അപ്പൊ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നോക്കിക്കേ, വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി രാജ്യത്തെ നമുക്ക് ഇന്ന് ഒരുപാട് സ്ലൈഡുകൾ നമുക്ക് പഠിക്കാനുണ്ട്. ഞാൻ ഇങ്ങനെ വെറുതെ വായിച്ചു പോണ സമയത്ത് എവിടെയാണോ സ്ട്രെസ് ചെയ്യേണ്ടത് ആ ഭാഗങ്ങൾ 1-2 പ്രാവശ്യം പറഞ്ഞു തരും. ഓക്കെ, അങ്ങനെ ആയിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇന്ന് ഒരു 4 മണിക്കൂർ ഇരുന്നാൽ ഇന്ന് കഴിയില്ല, കേൾക്കണ്ടോ? അപ്പൊ ആ രീതിയിലായിരിക്കും പഠനം. അപ്പൊ നിങ്ങൾക്ക് ഒന്നും കൂടി ആ ഭാഗങ്ങൾ ഡീപ്പായിട്ടൊന്ന് വായിക്കണം എന്നുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. പോസ് ചെയ്ത ശേഷം ഒന്ന് മനസ്സിരുത്തിയിട്ട് വായിക്കുക കേട്ടോ. വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി എന്താ? വാർദ്ധക്യകാലം അല്ലെ? രാജ്യത്തെ ഏറ്റവും കൂടുതൽ വയോജനങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം അല്ലെ. BPL വിഭാഗത്തിൽപ്പെടുന്ന 60 വയസ്സും അതിൽ കൂടുതലുമുള്ള പൗരന്മാർക്ക് വേണ്ടിയുള്ള ഒരു നോൺ കോൺട്രിബ്യൂട്ടറി പെൻഷൻ പദ്ധതിയാണ് വാർദ്ധക്യകാല പെൻഷൻ. BPL വിഭാഗം 60 വയസ്സ്. ഇങ്ങനെയായിരിക്കും ക്ലാസ്സുകൾ എടുക്കുക കേട്ടോ. BPL വിഭാഗം 60 വയസ്സാണ് വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി എന്ന് പറയുന്നത്. അതൊരു നോൺ കോൺട്രിബ്യൂട്ടറി പെൻഷൻ ആണ്. ഇനി എന്താണ് വയോപോഷണം? സായംപ്രഭ ഡേ കെയർ സെന്ററുകളിലെ മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യവും പോഷണവും ഉറപ്പുവരുത്തുന്നതിനായി പോഷകാഹാര കിറ്റുകൾ ഇതിന്റെ ആഭിമുഖ്യത്തിൽ വിതരണം ചെയ്യപ്പെടുന്നു. പോഷണം പറയുമ്പോൾ ഭക്ഷണമാണ് അല്ലെ. അത് ആർക്കാണ്? വയോജനങ്ങൾക്കാണ്. സായംപ്രഭ ഡേ കെയർ സെന്ററുകളിലെ മുതിർന്ന പൗരന്മാരുടെ. ഇനി ഇത് രക്ഷയാണ്. നിർധനരും ഉപേക്ഷിക്കപ്പെട്ടവരുമായ വയോജനങ്ങൾക്ക് അടിയന്തര പ്രഥമ ശുശ്രൂഷ, ചികിത്സയ്ക്കുള്ള അടിയന്തര സഹായം, ശസ്ത്രക്രിയ, ആംബുലൻസ് സേവനം, പുനരധിവാസം എന്നിവ ഇതിലൂടെ നൽകുന്നു. വയോരക്ഷ. ഇനി അതിൽ കൂടുതലുള്ള പൗരന്മാർക്ക് എന്താണ്? ഇത് വീണ്ടും വന്നു. അടുത്തത് വയോ അമൃതം പദ്ധതി. സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്കൂടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് സർക്കാരിന്റെയാണ് കേട്ടോ. സർക്കാർ വൃദ്ധസദനങ്ങളിലെ അന്തേവാസികൾക്ക് ആയുർവേദ ചികിത്സയ്ക്കായി ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിന്റെ പിന്തുണയോടെയാണ് വയോ അമൃതം പദ്ധതി നടപ്പിലാക്കുന്നത്. ചിലപ്പോൾ ചോദ്യം വരും,
ബയോ സുരക്ഷാ പദ്ധതികളുമായിട്ടൊക്കെ വരുന്ന ചോദ്യങ്ങളാണ്. ബയോ അമൃതം പദ്ധതി നടപ്പിലാക്കുന്നത് ആരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് എന്ന് ചോദിച്ചാൽ ഇന്ത്യൻ സിസ്റ്റം ഓഫ് മെഡിസിന്റെ പിന്തുണയോട് കൂടിയിട്ടാണ് ബയോ അമൃതം പദ്ധതി നടപ്പിലാക്കുന്നത്. ഇനി എന്താണ് വയോമിത്രം? കേരളത്തിലെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ താമസിക്കുന്ന, ഗ്രാമപ്രദേശങ്ങളല്ല, പഞ്ചായത്ത് പ്രദേശങ്ങളല്ല, കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിൽ താമസിക്കുന്ന, ഇവിടെ ശ്രദ്ധിക്കണം, 65 വയസ്സിന് മുകളിലുള്ള വയോജനങ്ങളുടെ ആരോഗ്യ പരിരക്ഷയും പിന്തുണയും നൽകുന്ന വയോമിത്രം കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. നിലവിൽ 95 വയോമിത്ര യൂണിറ്റുകൾ സംസ്ഥാനത്ത് ഫലപ്രദമായി പ്രവർത്തിക്കുന്നുണ്ട്. മൊബൈൽ ക്ലിനിക്കുകൾ വഴി സൗജന്യ വൈദ്യ പരിശോധനയും ചികിത്സയും നടത്തി ആരോഗ്യ പരിരക്ഷയും പിന്തുണയും പദ്ധതിയിലൂടെ നൽകുന്നു. അപ്പൊ വയോമിത്രം പദ്ധതിയിൽ മനസ്സിലാക്കേണ്ടത് കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി പ്രദേശങ്ങളിലാണ് എന്ന് മനസ്സിലാക്കുക. 65 വയസ്സിന് മുകളിലുള്ളവർക്കാണ് എന്നും കൂടി മനസ്സിലാക്കുക. ഇത് നടപ്പിലാക്കുന്നത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എന്നാണ്. ഓക്കെ, അപ്പൊ എത്ര വയോമിത്ര യൂണിറ്റുകളുണ്ട്? 95 വയോമിത്രം യൂണിറ്റുകളുണ്ട്. എങ്ങനെയാണ് സഹായം എത്തിക്കുന്നത്? മൊബൈൽ ക്ലിനിക്കുകൾ വഴി. ഇനി നവജീവൻ, 50നും 65 വയസ്സിനും ഇടയിലുള്ള മുതിർന്ന പൗരന്മാരുടെ സാമൂഹിക സാമ്പത്തിക ഉന്നമനത്തിനായി സ്വയം തൊഴിൽ യൂണിറ്റുകൾ ആരംഭിക്കുന്നതിനായിട്ട് തൊഴിൽ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് നവജീവൻ. നവം പറയുമ്പോൾ പുതിയൊരു ജീവൻ തുടക്കം കുറിക്കുകയാണ് അല്ലെ. എത്ര മുതൽ എത്ര വയസ്സ് വരെ? 50 to 65 വയസ്സ് വരെയുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടത്? അവർക്ക് സ്വയം തൊഴിൽ യൂണിറ്റുകൾ ആരംഭിക്കാൻ വേണ്ടിയിട്ട് തൊഴിൽ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇനി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ, കേരളത്തിലെ സംരംഭകത്വ വികസനത്തിനും പ്രവർത്തനങ്ങൾക്കുമുള്ള സർക്കാരിന്റെ നോഡൽ ഏജൻസിയാണ് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. സാങ്കേതിക വിദ്യാധിഷ്ഠിത വാണിജ്യ പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് 2006 തിരുവനന്തപുരം ആസ്ഥാനമാക്കി ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നിലവിൽ വന്നത് എന്ന് ചോദിച്ച് ക്വസ്റ്റ്യൻ വന്നാൽ എന്ത് ചെയ്യും? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? അയ്യോ പഠിച്ചതാണല്ലോ, വർഷം മറന്നല്ലോ, പഠിക്കും. അങ്ങനെയല്ലേ നമ്മൾ പറയാ. അപ്പൊ എന്ത് ചെയ്യണം? വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം എപ്പോഴാണ്? 2005. അതിന്റെ പിറ്റത്തെ വർഷം എപ്പോഴാണ്? 2006. 2006 എന്ത് ചെയ്യുന്നത്? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ വരുന്നത്. ഇവിടെ ആസ്ഥാനം തിരുവനന്തപുരം. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ, നമ്മുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളൊക്കെ ചോദിച്ചില്ലേ? ഇതൊക്കെ വരണം, പഠിക്കണം കേട്ടോ. ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഇന്ത്യയുടെ ഭൂപ്രകൃതി വിഭാഗങ്ങളില് ഉത്തരപർവ്വത മേഖല വരും, ഉത്തരേന്ത്യൻ സമതലം വരും. ഉത്തരേന്ത്യൻ സമതലം പറഞ്ഞാൽ ഉത്തര മഹാസമതലം വരും, ഉപദ്വീപീയ പീഠഭൂമി വരും, ഇന്ത്യൻ മരുഭൂമി വരും, തീരസമതലങ്ങൾ വരും, ദ്വീപുകൾ വരും അല്ലെ. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചതാണ് തീരസമതലങ്ങൾ എന്താണ്. തീരസമതലങ്ങളെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് തന്നിട്ടുണ്ട്. ആ ക്ലാസ്സുകളുടെ ഫുള്ളും ഇതിലുണ്ട് കേട്ടോ, പേടിക്കണ്ട. ദ്വീപുകളും ഒക്കെ നമ്മൾ പഠിച്ചതാണ്. മരുഭൂമികളെ കുറിച്ച് നമ്മൾ പഠിച്ചു ഇല്ലേ. ഉത്തരപർവ്വത മേഖല, ഉത്തര മഹാസമുദ്രത്തെ കുറിച്ചൊക്കെ പഠിച്ചു. നമുക്കെങ്കിൽ ഇത് നോട്ടിച്ച് വായിച്ചു വിട്ടിട്ട് പോകാം. എന്താണ്? അപ്പൊ ഇത് ഓരോന്നായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ഫസ്റ്റ് ഉത്തരപർവ്വത മേഖല പഠിക്കാം, ഉത്തരപർവ്വത മേഖലയുടെ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് പഠിക്കാം, ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ് പഠിക്കും, ഉപദ്വീപീയ പീഠഭൂമിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കും, മരുഭൂമിയുമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കും, ഏതൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിലെ തീര സമതലങ്ങൾ എന്നൊക്കെ പഠിക്കും, ഇന്ത്യയിൽ ദ്വീപുകൾ ഏതൊക്കെയാണ്. അങ്ങനെ സെക്ഷൻ ആക്കിയിട്ടാണ് നമ്മൾ പഠിക്കുക. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് ഉത്തരപർവ്വത മേഖലയാണ്. സെറ്റ് ആണോ? ഓക്കെ ആണല്ലോ? തയ്യാറെടുക്കാണല്ലോ? റെഡി ആണല്ലോ? ഓക്കെ. എന്താണ് ഉത്തരപർവ്വത മേഖല? പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന നിരവധി പർവ്വത നിരകൾ ചേർന്നതാണ് ഉത്തരപർവ്വത മേഖല. ഇങ്ങനെ ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്തുവിടാ. ആ ഭാഗങ്ങൾ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് വായിക്കുക കേട്ടോ. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് എവിടെ? കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിച്ചു കിടക്കുന്നത്. പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ചിട്ട് കിഴക്ക് പൂർവാഞ്ചൽ വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് ഉത്തരപർവ്വത മേഖല. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നത് ഏതാണ്? പാമീർ പർവ്വതക്കെട്ടാണ് അല്ലെ. പാമീർ പർവ്വതക്കെട്ട് അല്ലെങ്കിൽ പാമീർ പീഠഭൂമി ലോകത്തിന്റെ മേൽക്കൂര എന്നൊക്കെ പഠിച്ചില്ലേ നമ്മള്. ലോകത്തിന്റെ മേൽക്കൂര എന്നറിയപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും പ്രായം കുറഞ്ഞതുമായ പർവ്വതനിരയാണ്. ഏറ്റവും ഉയരം കൂടിയതാണ്, എന്നാൽ പ്രായം കുറവാണ്. ഉയരം കൂടിയതാണെങ്കിലും ആൾക്ക് പ്രായം കുറവാണ്. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊണ്ട ഒരു മടക്ക് പർവ്വതമാണ്. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊണ്ട ഒരു മടക്ക് പർവ്വതമാണ്. ഓക്കെ. പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. 2400 കിലോമീറ്റർ ആണ് നീളം.
150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും ഒക്കെ ഈ ഭൂപ്രദേശത്തിന്റെ സവിശേഷതകളാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, ഈ ഒരു സെന്റൻസ് ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തോ. ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കണേ, കേൾക്കണേ, അനുസരിക്കണേ. അപ്പൊ ഈ ഒരു ഇപ്പൊ ഞാൻ ഈ അണ്ടർലൈൻ ചെയ്ത ഭാഗം ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് മനസ്സിരുത്തി വായിക്കാം. ഇതൊന്ന് ചോദ്യങ്ങൾ വരും. കേൾക്കുന്നുണ്ടോ? ഇതൊന്ന് ചോദ്യങ്ങൾ വരും. അപ്പൊ പാമീർ പർവ്വതക്കെട്ടിൽ നിന്നും ഉത്ഭവിച്ച് കിഴക്ക് പൂർവാചൽ വരെ വ്യാപിച്ചു കിടക്കുന്ന ഒന്ന്. പാമീർ പർവ്വതക്കെട്ട് ലോകത്തിന്റെ മേൽക്കുര എന്ന് അറിയപ്പെടുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയതും പ്രായം കുറഞ്ഞതുമായ പർവ്വത നിരയാണ്. ശിലാപാളികൾക്ക് വലനം സംഭവിച്ച് രൂപം കൊണ്ട മടക്കു പർവ്വതം. ഇതൊക്കെ പഠിക്കുന്ന ഇതാണ്, ഉത്തരപർവ്വത മേഖലയിലാണ് പഠിക്കുന്നത്. മനസ്സിലായോ? അതേപോലെ പടിഞ്ഞാറ് സിന്ധു നദി മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര നദി വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഉത്തരപർവ്വത മേഖലയുടെ നീളം എന്ന് പറയുന്നത് 2400 കിലോമീറ്റർ ആണ്. വീതി എന്ന് പറഞ്ഞാൽ 150 കിലോമീറ്റർ മുതൽ 400 കിലോമീറ്റർ വരെയാണ്. ഉയരമേറിയ കൊടുമുടികളും ഹിമാനികളും താഴ്വരകളും ഒക്കെ ഭൂപ്രകൃതി സവിശേഷതകളാണ്. ഇനി ഇത് ഭൂപ്രകൃതി സവിശേഷതയുടെ അടിസ്ഥാനത്തിൽ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? 3ആക്കി തരംതിരിക്കാൻ പോവാണ് അല്ലെ? എങ്ങനെയുണ്ട്? 3ആക്കി ഇതിനെ തരംതിരിക്കാൻ. ട്രാൻസ് ഹിമാലയം എന്നും ഹിമാലയം എന്നും ഹിമാചൽ കിഴക്കൻ കുന്നുകൾ എന്നും പറയാം. എന്തൊക്കെയാണ്? ട്രാൻസ് ഹിമാലയം, ട്രാൻസ് ഹിമാലയം, 2 ഹിമാലയം, 3 പൂർവാചൽ കുന്നുകൾ, അതായത് കിഴക്കൻ കുന്നുകൾ എന്ന് പറയും. ഇവിടെ നോക്കിക്കേ, ട്രാൻസ് ഹിമാലയം തന്നിട്ടുണ്ട്, ഹിമാലയം തന്നിട്ടുണ്ട്, കിഴക്കൻ കുന്നുകൾ തന്നിട്ടുണ്ട്. ഇതിലെല്ലാം നന്നായിട്ട് പഠിക്കണേ. ഈ ഒരു ഭാഗം നന്നായി പഠിക്കണേ. ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ. ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്ന പർവ്വത നിരകൾ കാരക്കോറം. അത് ആ ഓർഡർ തന്നെ പഠിക്കണം കേട്ടോ. അങ്ങനെ അടക്കം ചോദിച്ചിട്ടുണ്ട്. കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഇനി ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഇനി കിഴക്കൻ കുന്നുകളുടെ ഭാഗമായിട്ട് വരുന്നതാണ് ഗാസി, ഖാരോ, ജയന്തിയ, മിസോ കുന്നുകൾ, പട്ഗായിബും. ഗാസി കുന്നുകൾ, ഗാരോ, ഗാസി, ജയന്തിയ, മിസോ കുന്നുകൾ, പട്ഗായിബും. ഇനി ഇതിലെ ഓരോന്നായി പഠിക്കണം. എന്താണ് ട്രാൻസ് ഹിമാലയം, എന്താണ് ഹിമാലയം, എന്താണ് കിഴക്കൻ കുന്നുകൾ. അപ്പൊ എന്താണ് ട്രാൻസ് ഹിമാലയം? ടിബറ്റൻ ഹിമാലയം എന്നറിയാം. വീഡിയോ പോസ്റ്റ് ചെയ്യണേ. വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ ഈ അണ്ടർലൈൻ ചെയ്യുന്ന ഭാഗങ്ങളായിരിക്കും, നല്ല ശ്രദ്ധിച്ച് പഠിക്കണം. ടിബറ്റൻ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ ട്രാൻസ് ഹിമാലയമാണ്. ഉയരം 3000 മീറ്റർ ഉയരം, 40 കിലോമീറ്റർ വീതി, 965 കിലോമീറ്റർ നീളവുമുണ്ട്. ശരാശരി ഉയരം എത്രയാണ്? ഉയരം ടിബറ്റൻ ഹിമാലയം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ട്രാൻസ് ഹിമാലയമാണ്. ഉയരം 3000 മീറ്റർ. ഉയരം 3000. സംഖ്യകൾ തെറ്റിക്കരുത്, എക്സാം ഹാളിൽ പ്രശ്നം വരും. ഇവിടെ 2400 കിലോമീറ്റർ ആണ് ഉത്തരപർവ്വത മേഖലയുടെ പറഞ്ഞത്. എന്നാൽ ഉത്തരപർവ്വത മേഖലയുടെ ഭാഗമായി വരുന്ന ട്രാൻസ് ഹിമാലയത്തിന്റെ ഉയരം 3000 കിലോമീറ്റർ. 3000, ഇവിടെ 2000 കിലോമീറ്റർ ആണ് പറയുന്നത്. എന്നാൽ ഇവിടെ 3000 മീറ്റർ എന്നാണ് പറയുന്നത്. കിലോമീറ്ററിലാണോ മീറ്ററിലാണോ എന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ വീതി എത്രയാ പറഞ്ഞ? വീതി 40 കിലോമീറ്റർ ആണ് അല്ലേ? വീതി 40 കിലോമീറ്റർ ആണ്. ഇനി നീളം എത്രയാ പറഞ്ഞ? നീളം 965. തെറ്റിക്കരുത്. ഹിമാലയ പർവ്വതത്തെ പാമീർ പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം മലനിരകളാണ്. ശ്രദ്ധിക്കണം കേട്ടോ. പർവ്വതക്കെട്ടുമായി ബന്ധിപ്പിക്കുന്നത് ഏതാണ്? ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം മലനിരകളാണ്. ഇനി നമുക്ക് രണ്ടാമത് നോക്കാം. ഹിമാലയം. ട്രാൻസ് ഹിമാലയത്തിന് തെക്ക് ഭാഗത്ത്, ഇതൊരു ചോദ്യം പ്രീവിയസ് ആണ്. ഹിമാലയം സ്ഥിതി ചെയ്യുന്നത് ട്രാൻസ് ഹിമാലയത്തിന്റെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. തെക്ക് ഭാഗത്താണ്. സമാന്തരങ്ങളായിട്ടാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക് എന്നീ 3 പർവ്വതനിരകൾ ചേർന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഹിമാലയം എന്ന് പറഞ്ഞാൽ ഹിമാദ്രിയും ഹിമാചലും സിവാലിക്കും ചേർന്നതാണ് ഹിമാലയം എന്ന് പറയുന്നത്. ഇനി അടുത്തത് സിവാലിക് നോക്ക. എന്താണ് സിവാലിക്? ഇവിടെ സിവാലിക് കൊടുത്തിട്ടുണ്ട് അല്ലെ? എന്താണ് സിവാലിക്? ഹിമാലയ നിരകളിൽ ഏറ്റവും തെക്കുഭാഗത്തുള്ള സിവാലിക് നിരയ്ക്ക് 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. 60 മുതൽ 150 കിലോമീറ്റർ വരെ വീതിയുണ്ട്. ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ സിവാലിക്കിനെ ഔട്ടർ ഹിമാലയം എന്ന് വിളിക്കുന്നു. മനസ്സിലായോ? ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമായതിനാൽ സിവാലിക് എന്ന് പറയുന്നത് ഹിമാലയത്തിന്റെ ഏറ്റവും പുറമെയുള്ള ഭാഗമാണ്.
അതുകൊണ്ട് പുറമേ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, ഔട്ടർ റിവർ അല്ലെ, ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തേക്ക് എന്നല്ലേ പറയുന്നത്. അപ്പൊ ഔട്ടർ ഹിമാലയം എന്ന് പറയുന്നു. ഇനി ഹിമാചലോ സിവാലിക്കിന് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. സിവാലിക്കിന് വടക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. എത്രയാണ് ഉയരം? 3500 മുതൽ 4500 മീറ്റർ വരെ സമുദ്രനിരപ്പിൽ നിന്ന്. വീതി 60 മുതൽ 80 കിലോമീറ്റർ വരെ. ഹിമാചൽ നിര ലെസർ ഹിമാലയം എന്ന് അറിയപ്പെടുന്നു. അപ്പൊ ഔട്ടർ ഹിമാലയം ഏതാണ് എന്നും ലെസർ ഹിമാലയം ഏതാണ് എന്നും വ്യക്തമായി തിരിച്ചറിഞ്ഞ് പഠിക്കുക. മൂന്നിന്റെയും ഉയരവും നീളവും വീതിയും പഠിച്ചു വെക്കുക. ഇനി എന്താണ് ഹിമാദ്രി? ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഗ്രേറ്റർ ഹിമാലയം എന്നും ഇന്നർ ഹിമാലയം എന്നും അറിയപ്പെടുന്നത് ഹിമാദ്രിയാണ്. സമുദ്രനിരപ്പിൽ നിന്നും 6100 മീറ്റർ ഉയരമുണ്ട് ഹിമാദ്രി. 25 കിലോമീറ്റർ വീതി. മഞ്ഞ് മൂടപ്പെട്ട പർവ്വതനിരയാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികൾ ഇവിടെ കാണപ്പെടുന്നത്. ഒരു ചോദ്യമായിരുന്നു, ഇതൊരു പ്രീവിയസ് ചോദ്യമാണ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മിക്ക കൊടുമുടികളും എവിടെയാണ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഹിമാദ്രിയിലാണ്. ഇനി ഹിമാലയത്തിന്റെ പിറവി നോക്കാം. എങ്ങനെയാണ് ഹിമാലയം പിറവി കൊണ്ടത്? 150-160 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉപദ്വീപീയ ഇന്ത്യയും ഓസ്ട്രേലിയൻ വൻകരയും ഉൾപ്പെടുന്ന ഇന്ത്യൻ ഫലകത്തിന്റെ സ്ഥാനം എവിടെയായിരുന്നു? ദക്ഷിണാർദ്ധഗോളത്തിലായിരുന്നു. ഇത് വടക്കോട്ട് നീങ്ങി യുറേഷ്യൻ ഫലകത്തിനടുത്ത് വന്നപ്പോൾ രണ്ട് ഫലകങ്ങളുടെയും ഇടയിൽ നിലകൊണ്ടിരുന്ന തെതിസ് സമുദ്രത്തിന്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത്. ഇനി ഹിമാലയത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറൻ ഹിമാലയവും മധ്യ ഹിമാലയവും കിഴക്കൻ ഹിമാലയവുമാണ്. എന്താണ് പടിഞ്ഞാറൻ ഹിമാലയം? ജമ്മു കാശ്മീരിന്റെ വടക്ക് സിന്ധു നദി മുതൽ ഉത്തരാഖണ്ഡിന്റെ കിഴക്ക് കാളി വരെ ഉൾപ്പെടുന്ന പ്രദേശമാണ് പടിഞ്ഞാറൻ ഹിമാലയം. സിന്ധു മുതൽ കാളി വരെയാണ്. സിന്ധു കാളി മുതലാണ് പടിഞ്ഞാറൻ ഹിമാലയം എന്ന് പറയുന്നത്. ഇനി പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം എന്നും ഹിമാചൽ ഹിമാലയം എന്നും ഉത്തരാഖണ്ഡ് ഹിമാലയം എന്നും വിളിക്കുന്നു. പടിഞ്ഞാറൻ ഹിമാലയത്തെ കാശ്മീർ ഹിമാലയം, ഹിമാചൽ ഹിമാലയം, സിവാലിക് ഹിമാലയം എന്നും വിളിക്കുന്നുണ്ട്. ഇനി എന്താണ് അതിന്റെ ഡിവിഷൻ പഠിക്കണം. കാശ്മീർ ഹിമാലയം, കാശ്മീർ പറയുമ്പോൾ ജമ്മു കാശ്മീർ ലഡാക്ക് പ്രദേശത്ത് ഏകദേശം 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലാണ് കാശ്മീർ ഹിമാലയത്തിന്റെ വ്യാപ്തി എന്ന് പറയുന്നത്. 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. 700 കിലോമീറ്റർ നീളമുണ്ട്, 500 കിലോമീറ്റർ വീതിയുണ്ട്. കാശ്മീർ ഹിമാലയത്തിന്റെ പ്രധാനപ്പെട്ട പർവ്വതനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പാഞ്ചൽ. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട പർവ്വതനിരകൾ ഏതൊക്കെയാണ്? കാരക്കോറം, ലഡാക്ക്, സസ്കർ, പീർ പാഞ്ചൽ. ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരയിലാണ്. അപ്പൊ ലോകത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് കേറ്റു. എങ്കിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? മൗണ്ട് എവറസ്റ്റ് ആണ് അല്ലെ. എങ്കിൽ രണ്ടാമത്തെ ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം നിരയിലാണ്. സിയാച്ചിൻ, ബോൾതാരോ തുടങ്ങിയ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട ഹിമാനികളാണ്. അപ്പൊ സിയാച്ചിൻ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കാശ്മീർ ഹിമാലയത്തിലാണ്. ബോൾട്ടാരോ ഹിമാനി സ്ഥിതി ചെയ്യുന്നത് എവിടെ ചോദിച്ചാൽ കാശ്മീർ ഹിമാലയത്തിലാണ്. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നതിന് പീർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ്. പ്രീവിയസ് ചോദ്യമാണ്. എന്താണ് ബനിഹാൽ ചുരത്തിന്റെ പ്രത്യേകത? ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത് പീർപ്പാഞ്ചൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരമാണ്. അപ്പൊ ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബനിഹാൽ ചുരമാണ്. അതേപോലെ കാശ്മീർ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട തടാകമാണ് ദാൽ തടാകം. ഈ ദാൽ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. എല്ലാം പ്രീവിയസ് ചോദ്യങ്ങൾ, അതൊക്കെ പ്രീവിയസ് ആണ്, മനസ്സിലായിരുന്നുണ്ടോ? അപ്പൊ ദാൽ തടാകം സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഈ ദാൽ തടാകത്തിന്റെ കരയിലാണ് ശ്രീനഗർ സ്ഥിതി ചെയ്യുന്നത്. ഇനി കാശ്മീരിലെ പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര വാണിജ്യ കേന്ദ്രമാണ് ഏത്? ശ്രീനഗർ കേട്ടോ. അതേപോലെ ദാൽ തടാകത്തിലെ ഷിക്കാര തോണികള്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് കാശ്മീർ ടൂറിസത്തിന്റെ മുഖമുദ്രകളാണ്. ഷിക്കാര തോണികള്, ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഒക്കെ അവിടെ ടൂറിസങ്ങൾ വർദ്ധിക്കാൻ കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ പർവ്വത ചരിവുകളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് മർഗുകൾ. അപ്പൊ മർഗുകൾ എന്ന പുൽമേടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്?
എവിടെയാണ് മർഗ് നമ്മൾ പറയാറില്ലേ? നിങ്ങളുടെ ശരീരത്തിൽ നമ്മൾ മറുക് പറയും ഇല്ലേ? നമ്മുടെ ശരീരത്തിലൊക്കെ എവിടെയെങ്കിലും കാക്കപ്പുള്ളി അങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ മറുകുണ്ടോ? ആ മറുക് അതങ്ങനെ ആലോചിക്കട്ടെ. അത് കാശ്മീരിലാണ് കേട്ടോ. കാശ്മീർ. ശൈത്യകാലങ്ങളിൽ മഞ്ഞു മൂടപ്പെടുന്ന മർഗുകൾ സ്കീയിങ് പോലുള്ള മഞ്ഞുകാല വിനോദസഞ്ചാരങ്ങൾക്കായിട്ട് ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നുണ്ട്. സോൺമർഗ്, ഗുൽമർഗ് ഒക്കെ മർഗ് കണ്ടോ? മർഗുകൾ ഒക്കെ കാശ്മീർ ഹിമാലയത്തിന്റെ ഭാഗമാണ് കേട്ടോ. ഇനി അടുത്ത് നമുക്ക് ഹിമാലയം നോക്കിയാലോ. ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയത്തിന്റെ ഭാഗമാണ് ഹിമാലയം. അത് ആ വാക്കിൽ നിന്ന് എടുക്കുക. ഈ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികളാണ് ചിനാബ്, രവി, ബിയാസ്. ഓക്കെ, ചിനാബ്, രവി, ബിയാസ് കേട്ടോ. ചിനാബ്, രവി, ബിയാസ്. ഓക്കെ, ചിരബി അല്ലേ? അങ്ങനെ ഓർക്കാം അല്ലെ? ചിരബി. നമ്മൾ തേങ്ങയൊക്കെ ചിരവും അല്ലേ? ചിരവുക, ചിരബി എന്ന് പറയും. അപ്പൊ ചിനാബ്, രവി, ബിയാസ്. അതേപോലെ നോക്കിയേ, ഇവിടുത്തെ പ്രധാനപ്പെട്ട നദികൾ പറഞ്ഞു. ദൗളധർ, പീർപാഞ്ചൽ ഒക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട പർവ്വത നിരകളാണ്. ദൗളധർ, പീർപാഞ്ചൽ ഒക്കെ ഹിമാലയത്തിലെ പർവ്വത നിരകളാണ്. ചന്ദ്രതാല്, സൂരജ് താല് എന്നീ ശുദ്ധജല തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. ചന്ദ്രതാലും സൂരജ് താല് ശുദ്ധജല തടാകങ്ങൾക്ക് ഉദാഹരണമാണ്. അത് ഹിമാലയത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട 2 ചുരങ്ങളാണ് ബാരാലാച്ചുല ചുരവും റോഹ്തങ് ചുരവും. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഹിമാലയത്തിലാണ് 2 ചുരങ്ങളാണ്. ബാരാലാച്ചുല, നമ്മൾ കാശ്മീർ ഹിമാലയത്തിൽ ഏതാ പറഞ്ഞത്? ബനിഹാള് പറഞ്ഞു അല്ലെ? ബനിയൻ അല്ലെ? ബനിയൻ ഇട്ടിട്ടൊന്നും ഒരിക്കലും കാശ്മീർ പോകാൻ പറ്റില്ല അല്ലെ? ബനിയൻ ഇട്ടിട്ട് കാശ്മീർ പോകാൻ പറ്റുമോ? പറ്റില്ല അല്ലെ? നല്ല തണുപ്പാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് അവിടെ ബനിഹാൽ ചുരം, ജമ്മുവിനെ കാശ്മീർ താഴ്വരയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബനിഹാൽ ചുരമാണ് എന്ന് പറയും. ഇനി ബാരാലാച്ചുലയും റോഹ്തങ്ങും ഹിമാലയത്തിന്റെ ഭാഗമാണ്. എന്താ ബാരാലാച്ചുല ചുരത്തിന്റെ പ്രത്യേകത? ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്നത്. മക്കളെ ഒന്ന് ശ്രദ്ധിക്കണേടാ, അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ. എനിക്ക് ഇങ്ങനെ ഞാൻ വായിച്ചു പോകുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ശ്രദ്ധിച്ചിട്ടിരിക്കണ്ടാവോ? നിങ്ങൾ മറ്റേ ഉറക്കത്തിൽ പെട്ടിട്ടുണ്ടാവോ? അത് വേറെ എവിടെയെങ്കിലും ആയിരിക്കോ ശ്രദ്ധ? അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പോവാണ്. നമുക്കൊന്ന് ശ്രദ്ധിക്കേട്ടടാ. ബാരാലാച്ചുല ചുരം ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബാരാലാച്ചുല ചുരമാണ്. എന്നാൽ റോഹ്തങ് ചുരം കുളു താഴ്വരയെ ലാഹോൾ, സ്പിതി എന്നീ താഴ്വരകളുമായി ബന്ധിപ്പിക്കുന്നത് റോഹ്തങ് ചുരമാണ്. കുളു, കാംഗ്ര, ലാഹോൾ എന്നീ താഴ്വരകളും ഷിംല, മണാലി എന്നിവയും ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ്. ഇവിടെ ചൂട് നീരുറവുകളും കാണപ്പെടുന്നുണ്ട്. ഇനി അടുത്തത് ഉത്തരാഖണ്ഡ് ഹിമാലയം. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരാഖണ്ഡ് ഹിമാലയം. സത്ലജ് നദി മുതൽ കാളി നദി വരെ. ഇതിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഗഡ്വാൾ ഹിമാലയം എന്നും കിഴക്ക് ഭാഗം കുമയൂൺ ഹിമാലയം എന്നും അറിയപ്പെടുന്നു. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഏതാണ്? ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ പടിഞ്ഞാറ് ഭാഗം ഗഡ്വാൾ ഹിമാലയം, കിഴക്ക് ഭാഗം കുമയൂൺ. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടികളാണ് നന്ദാദേവി, എല്ലാം പ്രീവിയസ് ആണ്. കാമറ്റ്, ബദ്രീനാഥ്, കേദാർനാഥ്. ഇവിടെ ശ്രദ്ധിക്കണേ, കാമറ്റ് ഒക്കെ പ്രീവിയസ് ചോദ്യമാണ്. നന്ദാദേവി ഉത്തരാഖണ്ഡിലാണ്, ബദ്രീനാഥ് ഉത്തരാഖണ്ഡിലാണ്, കേദാർനാഥ് ഉത്തരാഖണ്ഡ്, കാമറ്റ് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഗംഗോത്രി, യമുനോത്രി എന്നീ ഹിമാനികൾ, നൈനിറ്റാൾ, ഭീംതാൾ എന്നീ ശുദ്ധജല തടാകങ്ങൾ ഒക്കെ കാണപ്പെടുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. നൈനിറ്റാൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലാണ്. ഭീംതാൾ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമാണ്. ഡൂണുകള്, ബുഗ്യാലുകളൊക്കെ ഇവിടുത്തെ പ്രധാനപ്പെട്ട സവിശേഷതകളാണ്. ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്ന ഒരു നിരപ്പായ താഴ്വരയാണ് ഇത് ഡൂണുകൾ എന്ന് പറയുന്നത്. ആ ഡൂണിന് പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഡെറാഡൂൺ എന്ന് പറയുമ്പോൾ ലെസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കും ഇടയിൽ കാണപ്പെടുന്നതാണ് ഏത് എന്ന് പറയുന്നത്? ഡെറാഡൂൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ ഉത്തരാഖണ്ഡ് ഹിമാലയത്തിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ഏത്? ബുഗ്യാലുകൾ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണിത്. ഓക്കെ, ഉയർന്ന പർവ്വത ചെരുവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകൾ, അതായത് ഉത്തരാഖണ്ഡ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ബുഗ്യാൽ എന്ന് പറയുന്നത്. ദയാര ബുഗ്യാൽ, ഗോർസോൺ ബുഗ്യാൽ. അടുത്തത് നോക്കാം, മധ്യ ഹിമാലയം.
കാളി നദി മുതൽ ടീസ്റ്റ നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് മധ്യ ഹിമാലയം. നേപ്പാൾ ഹിമാലയം എന്നും അറിയപ്പെടുന്നത്. അപ്പൊ നേപ്പാൾ ഹിമാലയം എന്നറിയപ്പെടുന്നത് ഏതെന്ന് ചോദിച്ചാൽ മധ്യ ഹിമാലയമാണ്. ഇനി ഈ മധ്യ ഹിമാലയത്തിന്റെ ഭാഗമായിട്ടാണ് പടിഞ്ഞാറ് സിക്കിം, ഡാർജിലിംഗ് പ്രദേശങ്ങൾ മാത്രമാണ് ഇന്ത്യയിൽ ഉൾപ്പെടുന്നത്. ഈ മേഖലയുടെ ഭൂരിഭാഗവും ഏതാണ്? നേപ്പാളിലാണ്. അതായത് ഈ മധ്യ ഹിമാലയം എന്ന് പറയുന്നത് പൂർണ്ണമായും എവിടെയാണ്? നേപ്പാളിലാണ്. അതുകൊണ്ടാണ് ഇതിന് നേപ്പാൾ ഹിമാലയം എന്ന പേര് വന്നത്. എന്നാൽ ഇന്ത്യയുടെ ഒരു ഭാഗം മാത്രമായിട്ടുള്ള സിക്കിം, പടിഞ്ഞാറൻ ഭാഗത്തുള്ള സിക്കിമും ഡാർജിലിംഗ് പ്രദേശം മാത്രമാണ് ഈ മധ്യ ഹിമാലയത്തിൽ വരുന്നുള്ളൂ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ മൗണ്ട് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. ചോദ്യം ചോദിച്ചതാണ്. മൗണ്ട് എവറസ്റ്റ് കൊടുമുടി സ്ഥിതി ചെയ്യുന്നത് നേപ്പാളിലാണ്. കാഞ്ചൻജംഗ, നാഥുല ചുരം ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. നാഥുല ചുരവും കാഞ്ചൻജംഗയും. ടീസ്റ്റ നദി, അതിന്റെ നദീതീര തട്ടുകള് സിക്കിം ഹിമാലയത്തിന്റെ സവിശേഷതകളാണ്. ബ്രിട്ടീഷുകാർ കൊളോണിയൽ കാലത്ത് തന്നെ ഇവിടങ്ങളിൽ തേയില കൃഷി ആരംഭിച്ചിരുന്നു. ഡാർജിലിംഗ് തേയില അന്താരാഷ്ട്ര തലത്തിൽ ഏറെ പ്രസിദ്ധമാണ്. ഡാർജിലിംഗ് തേയില ഉണ്ടല്ലോ, അത് ഇന്റർനാഷണൽ ലെവലിൽ തന്നെ എന്താണ്? പ്രസിദ്ധമാണ്. ഇനി കിഴക്കൻ ഹിമാലയ, ടീസ്റ്റ മുതൽ ബ്രഹ്മപുത്ര വരെ കാണപ്പെടുന്നു. പടിഞ്ഞാറ് ഹിമാലയത്തെ അപേക്ഷിച്ച് ഉയരം കുറഞ്ഞ മലനിരകളാണ് കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറ് ഹിമാലയം എന്ന് പറയുമ്പോൾ ഉയരം കൂടിയ പർവ്വതനിരകളൊക്കെ കാണപ്പെടും. എന്നാൽ കിഴക്ക് ഭാഗത്ത് അങ്ങനെയല്ല. അസം ഹിമാലയം എന്ന് അറിയപ്പെടുന്നത് കിഴക്കൻ ഹിമാലയമാണ്. നംച പർവ്വ കിഴക്കൻ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട കൊടുമുടിയാണ്. നംച പർവ്വ കിഴക്കൻ ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അസം ഹിമാലയം എന്ന് അറിയപ്പെടുന്നുണ്ട്. ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരി എന്നിവ ഈ മേഖലയിലെ പ്രധാനപ്പെട്ട നദികളാണ്. ബ്രഹ്മപുത്ര, കാമങ്, ലോഹിത്, സുബൻസിരിയും. ഇവിടുത്തെ പ്രധാനപ്പെട്ട ചുരങ്ങളാണ് ബോംഡിലയും ദിഫു. ഏതൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചുരങ്ങൾ? ബോംദില, ഡിഫു. ബോംദില അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസിയുമായിട്ട് ബന്ധിപ്പിക്കുന്നു. ശ്രദ്ധിക്കണേ, ബോംദില അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസിയുമായി ബന്ധിപ്പിക്കുന്നു. എന്നാൽ ദിഫു ചുരം അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായി ബന്ധിപ്പിക്കുന്നു. ഓക്കെ, ഇത് കണക്ട് ചെയ്തിട്ട് തന്നെ പഠിക്കണം കേട്ടോ. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസിയുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ബോംദിലയും അരുണാചൽ പ്രദേശിനെ മ്യാൻമാറുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ദിഫു ചുരവുമാണ്. ഇനി പൂർവാചൽ കുന്നുകൾ നോക്ക്. അരുണാചൽ പ്രദേശ് മുതൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇപ്പോ ഹിമാലയൻ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായിട്ട് വരുന്നത് പഠിച്ചു. അതേപോലെ ഹിമാദ്രിന്റെ ഭാഗമായിട്ട് വരുന്നത് നോക്കി. നമ്മൾ അടുത്തത് ഏതാണ്? പൂർവ്വ കിഴക്കൻ കുന്നുകളുടെ ഭാഗമായിട്ട് വരുന്നത് നോക്കുകയാണ്. അരുണാചൽ പ്രദേശ് മുതൽ മിസോറാം വരെ വടക്ക് തെക്ക് ദിശയിൽ താരതമ്യേന ഉയരം കുറഞ്ഞ കുന്നുകളായിട്ടാണ് കാണപ്പെടുന്നത്. ഈ കുന്നുകൾക്ക് സമുദ്രനിരപ്പിൽ നിന്നും 500 മുതൽ 3000 മീറ്റർ വരെ എന്ത് ചെയ്യുന്നുണ്ട്? ഉയരമുണ്ട്. 500 to 3000 മീറ്റർ വരെ. പട്ഗൈബും, നാഗോ കുന്നുകൾ, മിസോ കുന്നുകൾ, അതേപോലെ തന്നെ മണിപ്പൂർ കുന്നുകൾ എന്നിവയൊക്കെയാണ് ഇവരുടെ പ്രധാനപ്പെട്ട കുന്നുകൾ എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നീ പ്രദേശങ്ങളും ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി എവിടെയാണ്? പൂർവാചൽ കുന്നുകളുടെ ഭാഗമായിട്ടാണ്. അതുപോലെ തന്നെ മൗസിൻഡ്രം. ഇനി കാലാവസ്ഥ. ഹിമാലയൻ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ എങ്ങനെയാണ്? ഹിമാലയൻ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതായത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടു. നമ്മൾ ഇന്നലെ ക്ലാസ്സിൽ പറഞ്ഞു കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അത് അവിടുത്തെ ഭൂപ്രകൃതിയെയും അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും എന്ന് പറയില്ല. ഉയരം കുറഞ്ഞ പർവ്വത ചരിവുകളിലും സിവാലിക് മലയടിവാരങ്ങളിലും മിതോഷ്ണ കാലാവസ്ഥ ആയി. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുക കേട്ടോ. ഉയരം കൂടിയ പർവ്വത ഭാഗങ്ങൾ ഉണ്ടല്ലോ, അവിടേക്ക് എന്തായിരിക്കും? താപനില കുറവായിരിക്കും, തണുപ്പ് കൂടുതലായിരിക്കും. ലഡാക്ക് മേഖലയിൽ ധ്രുവ സമാനമായ തീവ്ര ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. പർവ്വതങ്ങളുടെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞുവീഴ്ച സാധാരണമാണ്. സിവാലിക് മലനിരകളുടെ തെക്കൻ ചെരുവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്കു പടിഞ്ഞാറൻ മൺസൂൺ മഴ ലഭിക്കുന്നുണ്ട്. ഇനി നദീവ്യവസ്ഥ നോക്ക്. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷക നദികളും ചേർന്നിട്ടാണ് ഹിമാലയ നദീവ്യവസ്ഥ രൂപം കൊള്ളുന്നത്. ഓർമ്മയുടെ നമ്മൾ പഠിച്ച ഹിമാലയൻ നദികൾക്ക് ഉദാഹരണം പഠിച്ചില്ലേ? സിന്ധു. ക്ലാസിന്റെ തുടർച്ചയെന്നോണം എന്റെ കൂടെ ഒപ്പം വരുന്നവർക്ക് മാത്രമാണ് ഇതിപ്പോ എത്ര വലിയ ക്ലാസ് ആയാലും സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇടയിൽ കയറി വന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക? ഫസ്റ്റ് ക്ലാസ്സുകൾ കണ്ടു വന്നിട്ട് എന്ത് ചെയ്യുക? ഇതിലേക്ക് വരിക കേട്ടോ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികൾ ചേർന്നതാണ് ഏത്? ഹിമാലയ നദീ വ്യവസ്ഥ രൂപം കൊള്ളുന്നത് അല്ലെ. മഴയിൽ നിന്നും മഞ്ഞുരുകി ജലം ലഭിക്കുന്നതിനാൽ വർഷം മുഴുവൻ ഈ നദികളിൽ നീരൊഴുക്കുണ്ടാകും. പർവ്വത പ്രദേശത്തെ അതിശക്തമായ നീരൊഴുക്കാണ് ഈ നദികൾക്കുള്ളത്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പഠിച്ചു പോയ കാര്യങ്ങളാണ്.
സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാറി ഒഴുകലും സാധാരണമാണ്. ഈ നദികൾ പർവ്വത ഭാഗങ്ങളിൽ ബി-രൂപ താഴ്വരകൾ, ഗിരികന്ധരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പൊ ഹിമാലയൻ നദികളാണ് ഉദാഹരണമാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. പഠിച്ചല്ലോ. ഈ 3 നദികളും അവയുടെ പോഷക നദികളും ഒക്കെ ചേർന്നിട്ടാണ് ഹിമാലയം രൂപം കൊണ്ടിരിക്കുന്നത്. ഈ ഹിമാലയ നദികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബി-രൂപ താഴ്വരകൾ സൃഷ്ടിക്കും, ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, വെള്ളച്ചാട്ടങ്ങൾ രൂപപ്പെടുന്നുണ്ട്. ഇതൊക്കെ ആര് ചെയ്യുന്നതാ? ഹിമാലയൻ നദികൾക്ക് സംഭവിക്കുന്നതാണ്. ഇനി നോക്കിക്കേ, ഇവിടെ മാനസ സരോവർ തടാകത്തിനടുത്ത് ബൊഗാർച്ചു ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിന്റെ പോഷക നദികളുമാണ് വടക്കു പടിഞ്ഞാറ് ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നീരൊഴുക്ക്. അപ്പൊ സിന്ധു ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ബൊഗാർച്ചു ഹിമാനിയിൽ നിന്ന്. പഠിച്ചതാണിടാ, അതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ബൊഗാർച്ചു ഹിമാനിയിൽ നിന്നാണ്. ഇനി ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിന്റെ പോഷക നദികളായ യമുന, ഗാഗ്ര, ഗണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ. ഇനി നമുക്ക് മാനസ സരോവര തടാകത്തിനടുത്ത് ചെമയുങ്തുങ് ഹിമാനിയിൽ നിന്നും അല്ലെ, ചെമയുങ് ദുങ് ഹിമാനിയിൽ നിന്നാണ് ബ്രഹ്മപുത്ര ഉത്ഭവിക്കുന്നത്. പോഷക നദികളായ ദിബാങ്, ലോഹിത്, മാനസ് തുടങ്ങിയവയാണ് കിഴക്കൻ ഹിമാലയത്തിലെ നദീവ്യൂഹങ്ങൾ എന്ന് പറയുന്നത്. നമുക്ക് മണ്ണ് നോക്കാം കേട്ടോ. ഇതൊക്കെ പഠിക്കുന്നത് എവിടത്തെയാ? ഉത്തരപർവ്വത മേഖലയിലെ കാര്യങ്ങളാണ് ഇപ്പൊ പഠിക്കുന്നത്. നമ്മൾക്ക് ഉത്തര മഹാസമുദ്രം കിടക്കണം. അങ്ങനെ ഓരോരോ മേഖലകളിലൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്. ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഘടന, തരിവലുപ്പത്തിലൊക്കെ വ്യത്യാസമുണ്ട്. ഹിമാലയ പർവ്വത പ്രദേശത്ത് പൊതുവെ പർവ്വത പ്രദേശത്താകുമ്പോൾ പർവ്വത മണ്ണ്, അതുപോലെ തന്നെ വനമണ്ണും കാണപ്പെടുന്നുണ്ട്. താഴ്വരകളിലാണെങ്കിൽ തരികളോടുകൂടിയ ജൈവാംശം കൂടുതലുള്ള മണ്ണ് കാണപ്പെടുന്നുണ്ട്. ഉയർന്ന ചരിവുകളാണെങ്കിൽ വലിയ തരികളോടുകൂടിയ ജൈവാംശം കാണപ്പെടുന്നുണ്ട്. താഴ്വരകളിൽ എക്കൽ മണ്ണ് കാണപ്പെടുന്നുണ്ട്. അപ്പൊ ഓരോരോ മണ്ണിന്റെ പ്രത്യേകതകളാണ് ഇതവിടെ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു പോയിന്റ് ആണ് ഇവിടെ പഠിക്കാനുള്ളത് കേട്ടോ. മണ്ണിൽ ഇതവിടുത്തെ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ പഠിക്കുക. കരേവാസ് പ്രീവിയസ് ചോദ്യമാണ്. കാശ്മീർ താഴ്വരയിലെ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് കരേവ. നേർത്ത മണലും ജൈവാംശവും നിറഞ്ഞ മണ്ണാണ്. ഇവ കുങ്കുമ കൃഷിക്ക് അനുയോജ്യമാണ്. അപ്പൊ കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിച്ചാൽ കരേവ. ഇനി സസ്യജാലങ്ങൾ ഇവിടെ എന്തൊക്കെയാണ്? ഉയരം, ഭൂപ്രകൃതി, മണ്ണിനും കാലാവസ്ഥ എന്നിവ അനുസരിച്ചിട്ട് സസ്യജാലങ്ങൾ കാണപ്പെടുന്നുണ്ട്. അതേപോലെ നിത്യഹരിത വനങ്ങള് കാണപ്പെടുന്നു. അതേപോലെ 1000 മുതൽ 2000 മീറ്റർ വരെ ഉയരത്തിൽ ആർദ്ര മിതോഷ്ണ വനങ്ങൾ കാണപ്പെടുന്നുണ്ട്. പൈന്, ദേവദാരു, സൂപിക വൃക്ഷങ്ങൾ കാണപ്പെടുന്നു. ജൂനിപ്പർ, അതേപോലെ തന്നെ റോഡോഡെൻഡ്രോൺ എന്നിവ കാണപ്പെടുന്നുണ്ട്. ഇതൊക്കെ ഉയരം കുറഞ്ഞതാണ് കേട്ടോ. ഉയരം നോക്കിക്കേ, പൈന്, ദേവദാരു മരം. പിന്നെ ഉയരം കുറഞ്ഞ സസ്യങ്ങളായ ജൂനിപ്പർ, റോഡോഡെൻഡ്രോൺ കാണപ്പെടുന്നു. ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലാണെങ്കിൽ ആൽപൈൻ പുൽമേടുകൾ കാണപ്പെടുന്നുണ്ട്. ഇനി യാക്ക്, കസ്തൂരിമാൻ, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി ഇതൊക്കെ എന്താണ്? ഹിമാലയ പർവ്വത പ്രദേശത്ത് കണ്ടുവരുന്ന വന്യജീവികളാണ്. യാക്ക്, കസ്തൂരിമാന്, ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം, ഹിമപ്പുലി. ഇനി ഇവിടുത്തെ കൃഷി എന്താണ്? കൃഷി വളരെ കുറവാണ്. പർവ്വത മേഖലകളല്ലേ. ഉത്തര മഹാസമുദ്രത്തിലാണെങ്കിൽ നല്ല കൃഷിയുള്ളത്, കാരണം സമതല പ്രദേശമാണ്. ഇത് പർവ്വത പ്രദേശമാകുമ്പോൾ കൃഷി കുറവായിരിക്കും. അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? നോക്കിയേ, ഉയരം അല്ലെ, ചെങ്കുത്തായ ചെരുവും പാകമാകാത്ത മണ്ണും താപനില കുറവും ഇതൊക്കെ എന്താണ്? അവിടെ നമുക്ക് കൃഷി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പർവ്വത ചെരുവുകളിലേക്ക് തട്ടാക്കി നമ്മളൊക്കെ അങ്ങനെ ടൂർ പോകുമ്പോൾ ഈ ഊട്ടി മേഖലകളൊക്കെ പോകുമ്പോൾ കണ്ടില്ലേ, തട്ടായിട്ടായിരിക്കും തേയില കൃഷി ചെയ്യുന്നുണ്ടാവും അല്ലേ. അങ്ങനെ തട്ടുകളായിട്ട് എന്ത് ചെയ്യും? കൃഷി, നെല്ല്, പയറുവർഗ്ഗം, ഉരുളക്കിഴങ്ങ്, എന്നിവ മഴക്കാലത്തും, ഗോതമ്പ്, മിതോഷ്ണ പഴവർഗ്ഗങ്ങൾ എന്നിവ വസന്തകാലത്തും കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ തേയില കൃഷിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കാണപ്പെടുന്ന തേയില കൃഷിയാണല്ലേ തട്ടായിട്ട് കാണപ്പെടുന്നത്. അതേപോലെ സ്ഥാനമാറ്റ കൃഷി കണ്ടോ, പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടരുന്നുണ്ട്. ഇന്ത്യയിലെ കുന്നുകളില് തദ്ദേശീയ ഗോത്രജനത എന്താ ചെയ്യുന്നത്? സ്ഥാനമാറ്റ കൃഷി പോലുള്ള പരമ്പരാഗത കൃഷി രീതികൾ പിന്തുടരുന്നുണ്ട്. ഇനി ഇവിടുത്തെ മൃഗപരിപാലനം എങ്ങനെയാണ്? ഇവിടെ മൃഗപരിപാലനത്തില് കണ്ടോ, ഗുജ്ജാർ നമ്മൾ പഠിച്ചില്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ലേ ഗുജ്ജാർ. നോക്ക്, താഴ്വരകളിൽ ആട്, പശു എന്നിവയും ഉയരം കൂടിയ പർവ്വത പ്രദേശങ്ങളിൽ ചെമ്മരിയാട്, കുതിര എന്നിവയും ശൈത്യമേഖലയായ ഹിമാചൽ, ലഡാക്ക് ഭാഗങ്ങളിൽ തണുപ്പിനെ അതിജീവിക്കാൻ ശേഷിയുള്ള യാക്ക് പോലുള്ള മൃഗങ്ങൾ. അപ്പൊ തണുപ്പിനെ അതിജീവിക്കാൻ കഴിയുന്ന മൃഗം ഏതാണ്? യാക്കാണ്. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗം ഏതാണ്? ഗുജ്ജാറാണ്. ഏതാണ്? ഗുജ്ജാർ. ഇനി ഇവിടുത്തെ ടൂറിസം എന്താണ്? കൈലാസം, മാനസ സരോവരം, അമർനാഥ്, ഹേമകുണ്ട് സാഹിബ് തുടങ്ങിയ നിരവധി തീർത്ഥാടന കേന്ദ്രങ്ങൾ ഹിമാലയ പർവ്വത ഭാഗങ്ങളിൽ ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ടൂറിസം അല്ലെ,
ബ്രിട്ടീഷുകാർ ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ അനുകൂല കാലാവസ്ഥ തിരിച്ചറിഞ്ഞിട്ട് അവിടെ സുഖവികസന കേന്ദ്രങ്ങളൊക്കെ എന്ത് ചെയ്തു, വികസിപ്പിച്ചു. ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കറ്റ്, മുസോറി, നൈനിറ്റാൽ തുടങ്ങിയവ റിസോർട്ട് പട്ടണങ്ങളിൽ ഇന്നും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണ്. അപ്പൊ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾക്ക് ഉദാഹരണമാണ് ഷിംല, ഡാർജിലിംഗ്, ഷില്ലോങ്, അൽമോറ, റാണിക്കറ്റ്, മുസോറി, അതേപോലെ തന്നെ നൈനിറ്റാൾ. 1953 മെയ് 29 ഷെർപ്പ ടെൻസിംഗ് നോർഗിയും എഡ്മണ്ട് ഹിലാരിയും എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയതിനു ശേഷമാണ് ടൂറിസം വികസനത്തിന്റെ മൂന്നാം ഘട്ടമായ ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിപ്പിച്ചത്. അപ്പൊ ചോദ്യം വരും, ടൂറിസം വികസനത്തിന്റെ ഭാഗമായ മൂന്നാം ഘട്ടം ആധുനിക ടൂറിസം സാധ്യതകൾ ഹിമാലയ പ്രദേശത്ത് വികസിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ എന്താണ് ആധുനിക ടൂറിസം സാധ്യത ഹിമാലയ പ്രദേശത്ത് വികസിച്ച് എപ്പം തൊട്ടിട്ടാണ്? 1953 മെയ് 29 വർഷം ഡേറ്റ് പഠിക്കണം. മെയ് 29. ആരൊക്കെയാണ്? ടെൻസിംഗ് നോർഗയും ഹിലാരിയുമാണ് അല്ലെ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയവര്. അതിന് ശേഷമാണ് ടൂറിസം വികസനത്തിന്റെ എന്ത് ചെയ്യുന്നത്, ഓരോരോ സ്റ്റെപ്പായിട്ട് അതിലേക്ക് പുരോഗതിയിലേക്ക് കൊണ്ടുവരുന്നത്. ഇന്ന് പർവ്വതാരോഹണം, പാരാഗ്ലൈഡിങ്, സ്കീയിങ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് വിനോദസഞ്ചാര മേഖലയില്. ഓക്കെ, നമ്മൾ അങ്ങനെ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്. ഇനി ഉത്തരേന്ത്യൻ സമതലം, അതായത് ഉത്തര മഹാസമതലത്തെ കുറിച്ച് നോക്കണേ. ഇവിടെ ഉത്തരപർവ്വത മേഖലയുടെ തെക്കു ഭാഗത്തായിട്ടും ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന വിസ്തൃതമായ ഭൂപ്രകൃതി വിഭാഗമാണ് ഉത്തരേന്ത്യൻ സമതലം. ശ്രദ്ധിക്കണം കേട്ടോ. ഉത്തരപർവ്വത മേഖലയുടെ തെക്കു ഭാഗത്ത് ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നതാണ് ഉത്തരേന്ത്യൻ സമതലം. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം എന്ന് അറിയപ്പെടുന്നത് ഉത്തരേന്ത്യൻ സമതലമാണ്. ഇനി എങ്ങനെയാണ് ഈ സമതലം രൂപീകരിക്കപ്പെട്ടത്? ഹിമാലയത്തിൽ നിന്നും ഉപദ്വീപീയ ഇന്ത്യയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ വഹിച്ചു കൊണ്ടുവന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിട്ടാണ് ഫലഭൂയിഷ്ടമായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം രൂപപ്പെട്ടത്. ഹിമാലയ നദികൾ മാത്രമല്ല, ഉപദ്വീപീയ നദികൾ അടക്കം കൊണ്ടുവരുന്ന നിക്ഷേപങ്ങളുടെ ഫലമായിട്ടാണ് ഇത് രൂപപ്പെട്ടത് കേട്ടോ. ഹിമാലയൻ രൂപീകരണത്തിന്റെ ഫലമായ ഹിമാലയത്തിന്റെ തെക്കായി രൂപപ്പെട്ട അതിവിശാലമായ തടത്തിലാണ് അവ നിക്ഷേപിക്കപ്പെട്ടത്. ഹിമാലയത്തിന്റെ തെക്കുഭാഗത്ത് കേട്ടോ, ഹിമാലയത്തിന്റെ തെക്കുഭാഗത്ത് ദശലക്ഷക്കണക്കിന് വർഷങ്ങളോളം നടന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് ഈ സമതലം രൂപം കൊണ്ടത്. ഇവിടെ എക്കൽ നിക്ഷേപത്തിന്റെ കനം പഠിച്ചു വെക്കണം കേട്ടോ. ഇത് വരുവേ. ഉത്തരമഹാസമതലത്തിലെ എക്കൽ നിക്ഷേപത്തിന്റെ കനം 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ്. 1000 മീറ്റർ മുതൽ 2000 മീറ്റർ വരെയാണ് ഉത്തരമഹാസമതലം. 1000 മുതൽ 2000, 1000 മുതൽ 2000. ഇനി എന്തൊക്കെയാ സവിശേഷതകൾ? ഓരോന്നും വെയിറ്റ് ഇമ്പോർട്ടന്റ് ആണ്. പോസ് ചെയ്തിട്ട് നന്നായിട്ട് വായിച്ചു. ഈ സമതലത്തിന്റെ നീളം ഏകദേശം 3200 കിലോമീറ്റർ. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ എക്കൽ നിക്ഷേപത്തിന്റെ കനമാണ് 1000 to 2000. ഇനി ഇതിന്റെ നീളം എത്രയാ പറഞ്ഞത്? 3200 കിലോമീറ്റർ ആണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എക്കൽ പ്രദേശമാണ്. ഇതിന് 2400 കിലോമീറ്റർ നീളമുണ്ട്. മനസ്സിലായോ? ഏകദേശം എത്രയാണ്? എന്താ പറഞ്ഞത്? ഈ സമതലത്തിന് ഇന്ത്യയിൽ മാത്രം കേട്ടോ, ഇന്ത്യയിൽ മാത്രം. മൊത്തം നമ്മൾ പറഞ്ഞത് 3200 എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ത്യയിൽ മാത്രം അതിന് 2400 കിലോമീറ്റർ നീളമുണ്ട്. ഇത് കിഴക്ക് നിന്നും പടിഞ്ഞാറോട്ട് വിശാലമായിട്ട് വരികയാണ്. ശരാശരി വീതി 150 കിലോമീറ്റർ മുതൽ 300 കിലോമീറ്റർ വരെയാണ്. വടക്ക് സിവാലിക് പർവ്വത നിരകളും തെക്ക് ഉപദ്വീപീയ പീഠഭൂമിയുമാണ് ഈ സമതലത്തിന്റെ അതിര് എന്ന് പറയുന്നത്. വിസ്തീർണം, ഇതൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്. 7 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് ഉത്തര മഹാസമതലത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. നല്ല വളക്കൂറുള്ള മണ്ണ്, ജലലഭ്യത, അനുകൂല കാലാവസ്ഥ, പരന്ന ഭൂപ്രകൃതി ഇതൊക്കെ കൃഷിക്ക് ഏറെ അനുയോജ്യമാക്കുന്നുണ്ട്. ഉത്തരേന്ത്യ സമതലത്തിന്റെ പ്രാദേശിക വിഭാഗം രാജസ്ഥാൻ സമതലം എന്നും, പഞ്ചാബ്, ഹരിയാന സമതലം എന്നും, 3 ഗംഗാ സമതലം എന്നും, 4 ബ്രഹ്മപുത്ര സമതലം എന്നും. ഇതാണ് 4 ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങൾ. ഇനി രാജസ്ഥാൻ സമതലം എന്താണെന്നും, പഞ്ചാബ് ഹരിയാന സമതലം എന്താണെന്നും, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര സമതലം എന്താണെന്ന് നമുക്ക് പഠിക്കാം. അതിൽ രാജസ്ഥാൻ അത് നമുക്കറിയാം അല്ലെ. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗം, പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് രാജസ്ഥാൻ മരുഭൂമിയാണ് അല്ലെ. ഇനി ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് രാജസ്ഥാൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കേട്ടോ, ആരവല്ലി പർവ്വതനിരയുടെ പടിഞ്ഞാറ് ഭാഗത്ത്. താർ മരുഭൂമിയുടെ 2/3 ഭാഗവും സ്ഥിതി ചെയ്യുന്നത് രാജസ്ഥാനിലാണ്. താർ മരുഭൂമിയുടെ 2/3 ഭാഗം, അതായത് 3/4% എവിടെ തന്നെയാണ്? രാജസ്ഥാനിൽ തന്നെയാണ് താർ മരുഭൂമി. ബാക്കി ഭാഗമൊക്കെ എവിടെയാ കിടക്കുന്നത്? രാജസ്ഥാനിലല്ലാതെ താർ മരുഭൂമി ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് കേട്ടോ. ഈ 3 സംസ്ഥാനങ്ങളായിട്ട് ചോദിച്ച ചോദ്യം വന്നാലേ
ഇത് ചോദ്യം ഇങ്ങനെയൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ ആർക്കും അധികം കിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? നല്ല രീതിയിൽ പഠിച്ചവർക്ക് മാത്രമേ ഇത് കഴിയുള്ളൂ. അപ്പൊ 2/3 ഭാഗം രാജസ്ഥാനിലാണ് താർ മരുഭൂമി പറയുന്നത്. അപ്പൊ ബാക്കിയുള്ള ഒരു ഭാഗം എവിടെയാണ് കിടക്കുന്നത്? ഹരിയാന, പഞ്ചാബ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലായിട്ടാണ്. താർ മരുഭൂമിയെ 2 പ്രധാന മേഖലകളായിട്ട് തരംതിരിക്കാം, മരുസ്ഥലി എന്നും ബാഗർ എന്നും. യഥാർത്ഥ മരുഭൂമി മേഖലയാണ് മരുസ്ഥലി, എന്നാൽ ബാഗർ അർദ്ധ മരുഭൂമി മേഖലയാണ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട നദിയാണ് ലൂണി നദി. ഒക്കെ പ്രീവിയസ് ആണ്. അതുപോലെ സാമ്പാർ തടാകം, ദിദ്വാന, സർഗോള് എന്നിവ രാജസ്ഥാൻ സമതലത്തിലെ പ്രധാനപ്പെട്ട ഉപ്പ് തടാകമാണ്. നമ്മൾ സാമ്പാറിൽ ഉപ്പിടുക എന്നൊക്കെ പറയും അല്ലേ? അപ്പൊ സാമ്പാർ രാജസ്ഥാനിലാണ്. ദിദ്വാന, സർഗോള് ഇതൊക്കെ ഉപ്പ് തടാകങ്ങളാണ്. ഇനി അടുത്ത സമതലമായ പഞ്ചാബ് ഹരിയാന സമതലം. ഇവിടെ യമുന നദിയാണ് ഈ സമതലത്തിന്റെ കിഴക്കൻ അതിര് എന്ന് പറയുന്നത് കേട്ടോ. രാജസ്ഥാൻ സമതലത്തിന്റെ കിഴക്ക് ഭാഗത്തായിട്ടാണ് ഈ സമതലം കിടക്കുന്നത്. യമുന നദിയാണ് ഈ സമതലത്തിന്റെ കിഴക്കൻ അതിര്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. പഞ്ചാബ്, ഹരിയാന, ഹിമാചൽ പ്രദേശ്. ഇവിടെ 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി. 1.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. അതേപോലെ തന്നെ സത്ലജ്, ഝലം, ചിനാബ്, രവി, ബിയാസ് എന്നീ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിക്കപ്പെട്ട് രൂപം കൊണ്ടതാണ് പഞ്ചാബ് സമതലം എന്ന് പറയുന്നത് അല്ലെ. സത്ലജ്, ഝലം, ചിനാബ്, രവി, ബിയാസ് ഇവയുടെ 5 നദികളാണല്ലോ. പഞ്ചനദികളാണ് അല്ലെ. 5 നദികളുടെ നാട് എന്ന് പഞ്ചാബ് അറിയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പഞ്ചാബ് ഹരിയാന സമതലത്തെ 5 ഡോബുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അവയ്ക്ക് നോക്കിക്കേ, അത് ഏതൊക്കെയാണ് 5 ഡോബുകള്? ബീസ്ത, ബാരി, രചന ഡോബ്, ഛാജ്, സിന്ധ് സാഗർ ട്ടോ. ബിസ്ത ഡോബ്, പിന്നെ ബിസ്ത ജലന്ധർ ഡോബ്, ബാരി ഡോബ്, രചന ഡോബ്, ഛാജ് ഡോബ്, സിന്ധ് സാഗർ ഡോബ്. ഇനി അടുത്ത് നോക്കിക്കേ, ഗംഗാ സമതലം പഞ്ചാബ് ഹരിയാന സമതലത്തിന്റെ കിഴക്കായിട്ട് സ്ഥിതി ചെയ്യുന്നു. ബംഗ്ലാദേശ് മുതൽ പടിഞ്ഞാറ് യമുന നദി വരെ വ്യാപിച്ചു കിടക്കുന്നു. 3.75 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് വിസ്തൃതി. 3.75 ലക്ഷം. എന്നാൽ പഞ്ചാബ് ഹരിയാന 1.75 ഉള്ളൂ. ഗംഗാ സമതലത്തിന് വിസ്തൃതി കൂടുതലാണ്, 3.75. ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ഹരിയാന, ഡൽഹി, ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളായിട്ടും വ്യാപിച്ചു കിടക്കുന്നത്. ഗംഗാ നദിയും പോഷക നദികളും വഹിച്ചു കൊണ്ടുവന്ന നിക്ഷേപണ പ്രക്രിയയുടെ ഫലമായിട്ടാണ് സമതലം രൂപപ്പെടുന്നത്. ഉയരം 200 മീറ്റർ ആണ്. ഗംഗാ സമതലത്തെ 3ആയിട്ട് തരംതിരിക്കാം: ഉപരിഗംഗ, മധ്യഗംഗ, കീഴ്ഗംഗ. അടുത്തത് ബ്രഹ്മപുത്ര സമതലം. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ ഏറ്റവും കിഴക്ക് ഭാഗത്തായിട്ടാണ്. ബ്രഹ്മപുത്ര താഴ്വര, അസം താഴ്വര, അസം സമതലം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ബ്രഹ്മപുത്ര സമതലം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ബ്രഹ്മപുത്ര താഴ്വരയില്, അല്ലെങ്കിൽ അസം താഴ്വര, അല്ലെങ്കിൽ അസം സമതലം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. അസമിന്റെ കിഴക്കേ അറ്റം മുതൽ ബംഗ്ലാദേശിന്റെ അതിർത്തിക്കടുത്തുള്ള ദുബിയുടെ പടിഞ്ഞാറ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? വ്യാപിച്ചു കിടക്കുന്നുണ്ട്. 720 കിലോമീറ്റർ ആണ് വീതി, 720 കിലോമീറ്റർ ആണ് നീളം. അതേപോലെ എത്രയാണ്? 60 അല്ലെ. 60 മുതൽ 70 കിലോമീറ്റർ വരെയാണ് വീതി. വിസ്തൃതി 56,275 കേട്ടോ. 56,275 ചതുരശ്ര കിലോമീറ്റർ ആണ് ബ്രഹ്മപുത്ര സമതലത്തിന്റെ വിസ്തൃതി. അതേപോലെ തന്നെ ബ്രഹ്മപുത്ര സമതലത്തിന്റെ ഭൂരിഭാഗവും എവിടെയാണ്? അസമിലാണ്. അതേപോലെ തന്നെ ഇതിന്റെ അതിര് എങ്ങനെയാ ചോദിച്ചാൽ, വടക്ക് ഭാഗത്ത് കിഴക്കൻ ഹിമാലയം, കിഴക്ക് ഭാഗത്ത് പട്കായി നാഗ കുന്നുകൾ, തെക്കു ഭാഗത്ത് ഗാരോഗാസിയ ജയന്തി കുന്നുകൾ. ഇനി പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ കീഴ് ഗംഗാ സമതലമാണ്. അതേപോലെ തന്നെ ബ്രഹ്മപുത്ര നദിയും അതിന്റെ പോഷക നദികളൊക്കെ വഹിച്ചു കൊണ്ടുവന്ന നദികളുടെ നിക്ഷേപത്തിന്റെ ഫലമായിട്ടാണ് ബ്രഹ്മപുത്ര സമതലം രൂപം കൊണ്ടിരിക്കുന്നത്. ഇനി ബ്രഹ്മപുത്ര നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ടീസ്റ്റ, മാനസ്, ലോഹിത്, ദിബാങ്, സുബൻസിരി ഇതൊക്കെ എന്താണ്? ബ്രഹ്മപുത്രയുടെ പോഷക നദികളാണ്. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടു പോകുന്നത് കേട്ടോ. അതേപോലെ എക്കൽ വിശറികളെ സമ്പന്നമാണ്. എന്താണ് എക്കൽ വിശറി പറഞ്ഞാൽ? നദികൾ സമതലത്തിൽ പ്രവേശിക്കുമ്പോൾ ഒഴുക്ക് പെട്ടെന്ന് കുറയും. അതിനാൽ അവ വഹിച്ചു കൊണ്ടുവരുന്ന അവസാദങ്ങൾ എന്ത് ചെയ്യും? ഒരു വിശറിയുടെ രൂപത്തിൽ നിക്ഷേപിക്കപ്പെടും. ഇങ്ങനെ രൂപപ്പെടുന്നതാണ് എക്കൽ വിശറി. ഒഴുക്ക് തീരെ കുറയുമ്പോൾ നദി വളഞ്ഞു പൊളിഞ്ഞു ഒഴുകുകയും പിന്നീട് അവ ഓക്സ്ബോ തടാകങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. നദികൾ വളഞ്ഞു പൊളിഞ്ഞു ഒഴുകുന്നതിനെ നദി മിയാൻഡറിംഗ് അഥവാ നദീ വലയങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ് ഇത്, രണ്ടും പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. വളഞ്ഞു പൊളിഞ്ഞു ഒഴുകുമ്പോൾ ആ തടാകങ്ങൾ ഏതാണ് അറിയപ്പെടുക? വളഞ്ഞു പൊളിഞ്ഞു ഒഴുകുമ്പോൾ ഓക്സ്ബോ ട്ടോ. ഇനി നദികൾ വളഞ്ഞു പൊളിഞ്ഞു ഒഴുകുന്നതിനെ നദി മിയാൻഡറിംഗ് അഥവാ നദീ വലയങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഒഴുക്ക് തീരെ കുറയുമ്പോൾ നദി വളഞ്ഞു പൊളിഞ്ഞു ഒഴുകുകയും പിന്നീട് അവ എന്ത് ചെയ്യും? ഏത് തടാകങ്ങളാണ് സൃഷ്ടിക്കുന്നത്? ഏത് തടാകങ്ങളാണ് വളഞ്ഞു പൊളിഞ്ഞു ഒഴുകുമ്പോൾ സൃഷ്ടിക്കപ്പെടുന്ന തടാകം ഏതെന്ന് ചോദിച്ചാൽ അത് ഓക്സ്ബോ തടാകമാണ്. ആ വളഞ്ഞു പൊളിഞ്ഞു ഒഴുകുന്നതിനെ പറയുന്നത് നദി മിയാൻഡറിംഗ് അഥവാ നദീ വലയങ്ങൾ എന്നാണ്.
ഇനി ഉത്തരമഹാസമുദ്രത്തെ വടക്ക് നിന്നും തെക്കോട്ട് 3 മേഖലകളായി തരംതിരിക്കാം. ബാബർ, ടെറായി, എക്കൽ സമതം. ബാബർ എന്താണ് പ്രത്യേകത? 8 കിലോമീറ്റർ മുതൽ 10 കിലോമീറ്റർ വരെ വിസ്തൃതിയാണ്. 8 to 10 കിലോമീറ്റർ ആണ് വിസ്തൃതി. ഇവിടെ പഠിക്കാനുള്ളത് മാത്രം ഞാൻ നിങ്ങൾക്ക് തരാട്ടോ. പഴയ എക്കൽ നിക്ഷേപമാണ് അല്ലെ ഏത് ബാബർ എന്ന് പറയുന്നത്. ബാബർ ശ്രദ്ധിക്കണേ, പർവ്വത ഭാഗത്ത് നിന്നും വരുന്ന നദികൾ കൊണ്ടുവരുന്ന ഉരുളൻ കല്ല് പാറകൾ നിക്ഷേപിക്കപ്പെട്ടാണ് ഈ സമതല ഭാഗം രൂപം കൊള്ളുന്നത്. അതേപോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ പാറകളുടെ അടിയിലൂടെയൊക്കെ നദികൾ ഒഴുകുന്നുണ്ടെങ്കിൽ നദികൾ ഇവിടെ ദൃശ്യമാകുന്നില്ല. ശ്രദ്ധിക്കണം കേട്ടോ. ഈ ബാബർ മേഖലയിൽ നദികൾ ദൃശ്യമാകുന്നില്ല. പക്ഷെ പാറകൾക്ക് അടിയിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്? നദി ഒഴുകുന്നുണ്ടെങ്കിൽ നദികൾ ദൃശ്യമാകാത്ത മേഖലയാണ് ബാബർ എന്ന് പറയുന്നത്. ഇനി ടെറായി എന്താ? വെള്ളക്കെട്ടുള്ള ചതുപ്പ് നിലങ്ങളാണ് ടെറായി. അവിടെ 10 മുതൽ 20 കിലോമീറ്റർ വരെയാണ്. അപ്പൊ ടെറായിക്കാണ് എന്ത് ചെയ്യുന്നത്? വിസ്തൃതി കൂടുതലുള്ളത് അല്ലെ. അതേപോലെ ബാബർ മേഖലയിൽ അപ്രത്യക്ഷമാകുന്ന നദികൾ ടെറായി മേഖലയിൽ പുനർജനിക്കുന്നു. ബാബറിൽ നദികൾ കാണാൻ കഴിയുന്നില്ലെങ്കിൽ ടെറായിൽ നദികൾ കാണാൻ കഴിയും. ഇനി എന്താണ് എക്കൽ സമതലം? ടെറായി മേഖലയ്ക്ക് തെക്കായി പുതിയതും പഴയതുമായ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട സമതലമാണ് ഏതെന്ന് പറയുന്നത്? എക്കൽ സമതലങ്ങൾ. പഴയ എക്കൽ നിക്ഷേപങ്ങളെ എന്താ പറയുക? ബങ്കർ എന്നും. എന്താണ്? ബങ്കർ എന്നും. പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നു. പഴയ എക്കൽ നിക്ഷേപങ്ങളെ എന്താ അറിയപ്പെടുന്നത്? ബങ്കർ എന്നും പുതിയ എക്കൽ നിക്ഷേപങ്ങളെ ഖാദർ എന്നും അറിയപ്പെടുന്നുണ്ട്. അതേപോലെ പിന്നൊഴുകുന്ന അരുവികള്, വലയങ്ങള്, ഓക്സ്ബോ തടാകങ്ങളൊക്കെ ഇവിടുത്തെ സവിശേഷതകളാണ് കേട്ടോ. ഇനി ഉത്തരമഹാസമുദ്രത്തിലെ കാലാവസ്ഥ ശൈത്യകാലമുണ്ട്, ഉഷ്ണകാലമുണ്ട്, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉണ്ട്, വടക്ക് കിഴക്കൻ മൺസൂൺ ഉണ്ട്. കേൾക്കുന്നുണ്ടോ? ഉത്തരേന്ത്യൻ സമുദ്രങ്ങളിലെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂണ്, വടക്ക് കിഴക്കൻ മൺസൂൺ കേട്ടോ. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാ? നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്ത ശേഷം ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. ഇതൊന്ന് വായിച്ചു വിട്ടാൽ മതി. ഒന്ന് വീഡിയോ പോസ് ചെയ്യണേ. ഒന്ന് വീഡിയോ പോസ് ചെയ്യാനുള്ള ടൈം ഞാൻ തരുന്നുണ്ട്. വീഡിയോ പോസ് ചെയ്യാം. എന്നിട്ട് ക്ലാസ്സുകളൊന്ന് നന്നായിട്ട് ഈ കാലാവസ്ഥ ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. എന്താണ് ശൈത്യകാലം എന്നും എന്താണ് ഉഷ്ണകാലം എന്നും എന്താണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നും ഒക്കെ വായിച്ചു നോക്കുക കേട്ടോ. അതേപോലെ തന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂണിലുള്ള 2 ശാഖകളാണ് അറബിക്കടൽ ശാഖയും ബംഗാൾ ഉൾക്കടൽ ശാഖയും എന്ന് പറയുന്നത്. എന്താണ് ബംഗാൾ ഉൾക്കടൽ ശാഖ പറയുന്നത്? നോക്കിയ സുന്ദരവനം ഡെൽറ്റ പ്രദേശങ്ങളിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ 2 ശാഖകളായിട്ട് തിരിയുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വായിച്ചു വിട്ടാൽ മതി കേട്ടോ. ഇതൊക്കെ വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്കിതിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കി വെക്കുക. ഏതൊക്കെയാണ് കാലാവസ്ഥകൾ എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ. നമ്മൾ സാധാരണ എന്നും ക്ലാസ്സുകളിൽ പഠിക്കാറില്ല. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ എന്താണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ഏറ്റവും കൂടുതൽ തെക്കു പടിഞ്ഞാറൻ, നമുക്ക് കേരളത്തിലേക്ക് ധാരാളം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അനുഭവപ്പെടുന്നുണ്ട് അല്ലെ. അതേപോലെ തുലാവർഷം എന്നറിയപ്പെടുന്നത് എന്താണ്? എടവപ്പാതി എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. ഈ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പറയുന്നത്, ഈ കാര്യത്തിലൊക്കെ പറയുന്നത് കേട്ടോ. ഇവിടെ പഠിക്കണം. അതുപോലെ ഒക്ടോബർ ചൂടുണ്ട്. എന്താ ഒക്ടോബർ ചൂട്? ഉയർന്ന താപനില, ആർദ്രത, ഇതൊക്കെ എന്ത് ചെയ്യാണ്? ഉയർന്ന താപനിലയും ആർദ്രതയും ഒക്കെ ഉത്തരേന്ത്യൻ മഹാസമുദ്രങ്ങളിലെ ദിനാവസ്ഥയെ ദുസ്സഹമാക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശത്തെ ഒക്ടോബർ ചൂട് അല്ലെ ഒക്ടോബർ ഹീറ്റ് എന്ന് അറിയപ്പെടുന്നുണ്ട്. അതേപോലെ അവിടെയുള്ള സസ്യജാലങ്ങൾ എന്തൊക്കെയാന്ന് ചോദിച്ചാൽ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളുണ്ട്, ഉഷ്ണമേഖല മുൾക്കാടുകളുണ്ട്, ചതുപ്പ് നിലങ്ങളുണ്ട്. ഇതൊക്കെയാണ് അവിടുത്തെ സസ്യങ്ങളുടെ പ്രത്യേകത. അതിന് ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളിൽ തന്നെ 2 ഉണ്ട്. വരണ്ട ഇലപൊഴിയും വനങ്ങളും ആർദ്ര ഇലപൊഴിയും വനങ്ങളുണ്ട്. ഇനി എന്താണ് വരണ്ട ഇലപൊഴിയും കടങ്ങൾ, ആർദ്ര ഇലപൊഴിയും, അത് എത്ര എന്നുള്ള സെന്റിമീറ്ററിലൊക്കെ ഈ സെന്റിമീറ്ററിലൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക കേട്ടോ. അതേപോലെ ചതുപ്പ് നിലങ്ങൾ നോക്ക്. ഇതൊന്ന് വായിച്ചു നോക്കണേ. വായിച്ചു നോക്കാണ്ട് ഇടിക്കാൻ പാടില്ല കേട്ടോ. രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമുദ്രങ്ങളിലെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമുദ്രങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പ് വനങ്ങൾ എന്ന് പറയുന്നത്. പശ്ചിമ ബംഗാളിൽ ഗംഗാ സമുദ്രത്തിന്റെ ചതുപ്പ് നിറഞ്ഞ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് ഇത് സുന്ദർബൻ എന്ന് പറയുന്നത്. അവിടെ നിബിഡമായിട്ട് കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ഇത് കണ്ടൽക്കാടുകൾ. കണ്ടൽക്കാടുകളുടെ പ്രശസ്തിയാണല്ലേ സുന്ദർബൻ എന്ന് പറയുമ്പോൾ തന്നെ ഇതാണ്, കണ്ടൽക്കാടുകളാണ് അവിടെ ഏറ്റവും കൂടുതലുള്ളത്. റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതമാണ് ഏത്? സുന്ദർബൻ എന്ന് പറയുന്നത്. റോയൽ ബംഗാൾ കടുവകളുടെ
റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതമാണ് ഇത് സുന്ദർബൻ. സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. ഇനി ഉത്തരേന്ത്യൻ സമുദ്രത്തിലെ മണ്ണിനങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ഉത്തരേന്ത്യൻ മഹാസമുദ്രത്തിലെ പ്രധാനപ്പെട്ട മണ്ണ് ഏതാന്ന് ചോദിച്ചാൽ അത് എക്കൽ മണ്ണാണ് കേട്ടോ. എക്കൽ മണ്ണിന്റെ രൂപങ്ങളാണ് ഖാദറും ബംഗറും. അതേപോലെ മധ്യഗംഗാ സമുദ്രത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലായി ചെമ്മണ്ണ് കാണപ്പെടുന്നുണ്ട്. ആ ഇരുമ്പിന്റെ സാന്നിധ്യമാണ് എന്ത് ചെയ്യുന്നത്, മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. ഇത് പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. എന്തുകൊണ്ടാണ് മണ്ണ് ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നത് ചോദിച്ചാൽ ഇരുമ്പിന്റെ സാന്നിധ്യമാണ്. വായിച്ചു നോക്കുക കേട്ടോ. ഉത്തരേന്ത്യ മഹാസമുദ്രത്തിൽ കാണപ്പെടുന്ന ഇതൊന്നും വായിക്കുന്ന ഗംഗാ സമുദ്രങ്ങളിലെ രണ്ട് വ്യത്യസ്തങ്ങളായ എക്കൽ മണ്ണ് രൂപം കൊണ്ടിട്ടുണ്ട്, ഖാദറും ബംഗറും. കൃഷിക്ക് ഏറെ അനുയോജ്യമായ മണ്ണാണ് ഇത് എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഇതൊരു പോയിന്റ് നോക്കാം. ഇരുമ്പിന്റെ സാന്നിധ്യമാണ് മണ്ണിന് ചുവപ്പ് നിറം നൽകുന്നത്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണ് ഏതാന്ന് ചോദിച്ചാൽ ലവണ മണ്ണാണ്. ഉപ്പിന്റെ അംശം കൂടുതലാണ്. അതൊക്കെയാണ്. പിന്നെ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഞാൻ ഒന്ന് ജസ്റ്റ് ഞാൻ ഓടിച്ചു വിടുകയാണ്. ആ ഓടിച്ചു വിടുന്നതിന്റെ ഇടയിൽ ഈ പോയിന്റ് കാണുമ്പോൾ നിങ്ങൾക്ക് നോട്ട് ചെയ്ത് തരാം. ഇവിടെ ജനജീവിതം തന്നിട്ടുണ്ട്. ഉത്തരമഹാസമുദ്രത്തിലെ ജനജീവിതം എന്ന് പറയുമ്പോൾ ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് തുടങ്ങിയാണ് വ്യത്യസ്തമുള്ള വ്യാപകമായ കൃഷി ചെയ്യുന്നത്. അവിടുത്തെ ജനജീവിതത്തില് ജനങ്ങൾ കൃഷി ചെയ്യുന്നത് ഏതൊക്കെയാണ്? ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പൊക്കെ ധാരാളമായിട്ട് കൃഷി ചെയ്യപ്പെടുന്നുണ്ട്. അതേപോലെ ഇത് നോക്കിക്കേ, അതുകൊണ്ട് തന്നെ ജലസേചനം നമുക്കറിയാം. ഉത്തരമഹാസമുദ്രത്തിൽ പറയുമ്പോൾ ധാരാളം വെള്ളം ലഭിക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് പറയുന്നത് ഏതാണ്? ഉത്തരമഹാസമുദ്രമാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് ഉത്തരമഹാസമുദ്രമാണ്. അതേപോലെ തന്നെ അവിടെ ധാരാളം വ്യവസായ മേഖലകൾ, റോഡുകൾ, റെയിലുകൾ ഒക്കെ എന്താണ് അനുകൂലമായ കാലാവസ്ഥയായതുകൊണ്ട് തന്നെ കൃഷിക്ക് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പിന്നെ ഖാരിഫ് വിളകൾ കണ്ടോ, റാബി വിളകള്, സെയ്ദ് വിളകള്, ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. നമ്മളങ്ങനെ ഉത്തരപർവ്വത മേഖല കഴിഞ്ഞു, ഉത്തരമഹാസമുദ്രം കഴിഞ്ഞു. ഇനി പീഠഭൂമിയാണ് കേട്ടോ. ചുറ്റുപാടുകളിൽ നിന്ന് ഉയർന്ന് സ്ഥിതി ചെയ്യുന്നതും നിരപ്പായതും അതേപോലെ അതിവിശാലമായ ഉപരിതലത്തോട് കൂടിയിട്ടുള്ള പ്രദേശമാണ് പീഠഭൂമി. പീഠഭൂമികൾ പർവ്വതങ്ങളാൽ വലയം ചെയ്യപ്പെട്ട പീഠഭൂമിയുടെ പർവ്വതങ്ങളുടെ അടിവാരങ്ങളിലുണ്ട്. അതേപോലെ തന്നെ വൻകര പീഠഭൂമികളുണ്ട്. അങ്ങനെ 3 തരം പീഠഭൂമികളുണ്ട്. അതിലാണ് ഉപദ്വീപ് പീഠഭൂമിയുണ്ട്. ഉപദ്വീപ് പീഠഭൂമി അല്ലെ. ഉപദ്വീപ് ഇന്ത്യയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്ന ത്രികോണ സമാനമായ ഭൂപ്രകൃതി വിഭാഗത്തെ ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പൊ ഉപദ്വീപീയ പീഠഭൂമിയുടെ ആകൃതി ത്രികോണാകൃതിയാണ്. 600 മീറ്റർ ഉയരം മുതൽ 900 മീറ്റർ വരെ ഉയരം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപ് പീഠഭൂമി. 16 ലക്ഷം, 4 പഠിക്കണം കേട്ടോ. ഇത് 4 നന്നായിട്ട് പഠിച്ചു വെച്ചോ. 16 ലക്ഷം കിലോമീറ്റർ ആണ് ഉപദ്വീപ് പീഠഭൂമി. അതിന്റെ അതിര് പടിഞ്ഞാറ് പശ്ചിമഘട്ടം, കിഴക്ക് പൂർവ്വഘട്ടം, വടക്ക് ഉത്തരേന്ത്യൻ സമതലം. ഇനി ഉപദ്വീപ് പീഠഭൂമി രണ്ടായി തരംതിരിക്കാൻ ഡക്കാൻ പീഠഭൂമി എന്നും മധ്യ ഉന്നത തടം എന്നും പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിൽ സത്പുര പർവ്വതത്തിന് പ്രദേശമുള്ള തെക്കുള്ള വിശാലമായ പീഠഭൂമി പ്രദേശമാണ് ഡെക്കാൻ പീഠഭൂമി. അതൊരു പ്രീവിയസ് ചോദ്യമാണ് കേട്ടോ. ഇതൊരു ചോദ്യമാണ്. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിൽ സത്പുര പർവ്വതത്തിന് തെക്കു ഭാഗത്തായിട്ട്. അതേപോലെ വടക്കു ഭാഗം സത്പുര പർവ്വതം, മൈക്കലനിര, മഹാദിയ കുന്നുകള്. അതുപോലെ ദക്ഷിൺ എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഡക്കാൻ എന്ന പേര് ഉണ്ടായത്. അപ്പൊ ദക്ഷിൺ എന്നതാണ് സംസ്കൃത പദമാണ്. അതുപോലെ ലാവ ഒഴുകിപ്പരുന്ന ബസാൾട്ട്, ഗ്രാനൈറ്റ്, നെയ്സ് തുടങ്ങിയ പരൽരൂപ ശിലകളാൽ നിർമ്മിതമാണ് ഡക്കാൻ പീഠഭൂമി. ഇതൊരു ചോദ്യമാണ്, ബസാൾട്ടിന്റെ ചോദ്യമാണ് കേട്ടോ. ബസാൾട്ട്, ഗ്രാനൈറ്റ്, നെയ്സ്. ഇനി എന്താണ് ഡക്കാൻ ട്രാപ്പ്? ഡക്കാൻ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ബസാൾട്ട് എന്ന ലാക്മ ശിലകളാൽ നിർമ്മിതമാണ്. അപ്പൊ ഡക്കാൻ ട്രാപ്പ് മേഖലയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ചോദിച്ചിട്ടുണ്ട്. ഏത് ശിലകളാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ബസാൾട്ട് ശിലകളാണ് കേട്ടോ ഡക്കാൻ ട്രാപ്പില്. അതുപോലെ ബസാൾട്ട് ശിലയ്ക്ക് അപക്ഷയം സംഭവിച്ചിട്ടുണ്ടാകുന്നതാണ് ഏത്? കറുത്ത മണ്ണ് എന്ന് പറയുന്നത്. കറുത്ത മണ്ണിന്റെ മറ്റൊരു പേരാണ് റിഗർ മണ്ണ് എന്ന് അറിയപ്പെടുന്നത്. നല്ല കാർഷിക വിളകൾക്ക് നല്ല സംരക്ഷണം നൽകുന്നുണ്ട് വേനലിലും. ഓക്കെ. അതേപോലെ ഈ പരുത്തി മണ്ണിനെ കുറിച്ചിട്ട് പ്രീവിയസ് ആയിട്ട് ഈ ഇടയ്ക്ക് 2026 ഒരു എക്സാമിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പരുത്തി മണ്ണിനെ കുറിച്ചിട്ട് താഴെ തന്നിട്ടുള്ളതിൽ ശരിയേത് തെറ്റേത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ഈ ഭാഗത്തിൽ നിന്ന് വന്ന ചോദ്യമാണ്. നല്ല ഫലഭൂഷ്ടിയുള്ളതാണ്, നല്ല ജലസംഭരണ ശേഷിയുണ്ട് കേട്ടോ. ജലം സേവ് ചെയ്ത്, അതായത് പെട്ടെന്ന് വറ്റി വരണ്ടു പോകില്ല ഈ കറുത്ത മണ്ണ്.
പിന്നെ കാർഷിക വിളകൾക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. പരുത്തി കൃഷിക്ക് ഏറെ അനുയോജ്യമാണ്. കറുത്ത പരുത്തി മണ്ണ് എന്നറിയപ്പെടുന്നുണ്ട്. ചുണ്ണാമ്പ്, ഇരുമ്പ്, മഗ്നീഷ്യം, അലുമിനിയം തുടങ്ങിയ ധാതു ലവണങ്ങൾ റിഗർ മണ്ണിന്റെ പ്രത്യേകതയാണ്. ഈ ഒരു ചോദിക്കാൻ അന്ന് സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ജലസംഭരണ ശേഷി കേട്ടോ, കൃഷിക്ക് അനുയോജ്യമാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പശ്ചിമഘട്ടം പഠിച്ചു വെക്കണേ. പശ്ചിമഘട്ടം തെക്ക് കന്യാകുമാരി മുതൽ വടക്ക് ഗുജറാത്ത് വരെ 1600 കിലോമീറ്റർ ഡക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ഭാഗമാണ് പശ്ചിമഘട്ടം. പിന്നെ തെക്കോട്ട്, വടക്ക് നിന്നും തെക്കോട്ട് എന്ന ക്രമത്തിൽ ഉയരം കൂടി വരും. വടക്ക് നിന്നും തെക്കോട്ട് പോകുന്തോറും ഉയരം കൂടി വരികയാണ്. ഉപദ്വീപ് പീഠഭൂമിയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ഏത്? ആനമുടി. 2695 മീറ്റർ ആണ്. പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ. അതൊക്കെ നന്നായിട്ട് പഠിച്ചു വെക്കണേ. ഞാനിങ്ങനെ റൈറ്റ് ഇട്ട് വെക്കുന്നതൊക്കെ പഠിച്ചു വെക്കുക കേട്ടോ. ഉപദ്വീപ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ആനമലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി പശ്ചിമഘട്ട മലനിരകൾക്ക് കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകളിലും കർണാടക, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി എന്നും മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി എന്ന പേരും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ പശ്ചിമഘട്ട മലനിര കേരളത്തിൽ ആനമല, ഏലമല എന്നീ പേരുകൾ. കേരളത്തിൽ കർണാടക, തമിഴ്നാട് ഭാഗത്ത് നീലഗിരി, മഹാരാഷ്ട്രയിൽ സഹ്യാദ്രി. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ഉൾപ്പെട്ട ദോഡാബേട്ടയാണ് ഈ മേഖലയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കൊടുമുടി എന്ന് പറയുന്നത് കേട്ടോ. ദോഡാബേട്ട 2637 മീറ്റർ ആണ്. ഉപദ്വീപിലെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയാണ് ആനമുടി. അതേപോലെ തന്നെ അവിടുത്തെ മറ്റൊരു കൊടുമുടിയാണ് ഏത്? ദോഡാബേട്ട. ഇനി പൂർവ്വഘട്ടം ഒഡീഷയിലെ മഹാനദി തടം മുതൽ തമിഴ്നാട്ടിലെ നീലഗിരി നിരകൾ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ജാവടി കുന്ന്, പാൽക്കൊണ്ടമല, നല്ലമല, മഹേന്ദ്രഗർമല ഒക്കെ പൂർവ്വഘട്ടത്തിലെ പ്രധാനപ്പെട്ട മലനിരയാണ്. പശ്ചിമഘട്ടത്തിനെ അപേക്ഷിച്ച് ഉയരം കുറവാണ്. പൂർവ്വഘട്ടത്തിന് 800 കിലോമീറ്റർ ആണ് പൂർവ്വഘട്ടത്തിന്റെ ഉയരം. പശ്ചിമഘട്ടം എത്രയാ പറഞ്ഞ? ഏകദേശം നീളം എത്രയാ പറഞ്ഞ? പശ്ചിമഘട്ടം 1600, പൂർവ്വഘട്ടം 8. അതിന്റെ പകുതിയേ ഉള്ളൂ കേട്ടോ. 8 × 16 പശ്ചിമഘട്ടവും പൂർവ്വഘട്ട സംഗമിക്കുന്നത് എവിടെ നിന്നാണ്? നീലഗിരി കുന്നുകൾ. പഠിച്ചോളാം, പ്രീവിയസ് ചോദ്യമാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത് നീലഗിരി കുന്നുകളിലാണ്. അതേപോലെ എന്താണ് മധ്യ ഉന്നത തടം? മാൾവ പീഠഭൂമി, ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി, ഇതൊക്കെ ചേർന്നതാണ് മധ്യ ഉന്നത തടം എന്ന് പറയുന്നത്. അതിൽ മാൾവ പീഠഭൂമി എന്ന് പറയുമ്പോൾ മധ്യ ഉന്നത തടത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഇത് മാൾവ പീഠഭൂമി കേട്ടോ. അതേപോലെ അരാവലി പർവ്വതമാണ് മാൾവ പീഠഭൂമിയുടെ പടിഞ്ഞാറേ അരിക്. പ്രായം ചെന്ന മടക്ക് പർവ്വതങ്ങൾക്ക് അല്ലെങ്കിൽ അവശിഷ്ട പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഇത് അരാവലി നിര. വെരി ഇമ്പോർട്ടന്റ് ആണ്. അവശിഷ്ട പർവ്വതങ്ങൾക്ക് അല്ലെങ്കിൽ മടക്ക് പർവ്വതങ്ങൾക്ക് ഉദാഹരണമാണ് ഇത് അരാവലി എന്ന് പറയുന്നത്. ഇനി അതേപോലെ മൗണ്ട് അബു അരാവലി നിരയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് മൗണ്ട് അബു. അത് അരാവലി നിരയിലാണ്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? മൗണ്ട് അബു ആണ്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടി മൗണ്ട് അബു. ഇനി ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയോ? നന്നായി ശ്രദ്ധിക്കണേ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി രാജ്മഹൽ കുന്നുകൾക്ക് തെക്കായിട്ട്. പ്രീവിയസ് ചോദ്യമാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഇരുമ്പയിര്, ബോക്സൈറ്റ്, മാംഗനീസ്, ചെമ്പ് ലോഹധാതുക്കൾ കാണപ്പെടുന്നുണ്ട്. അതുപോലെ ചുണ്ണാമ്പ് കല്ല്, കൽക്കരി തുടങ്ങിയ അലോഹധാതുക്കൾ കാണപ്പെടുന്നുണ്ട്. ധാതു ഖനനവും ധാതു അധിഷ്ഠിത വ്യവസായങ്ങളുമാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. അതുകൊണ്ടാണ് ഇതിന് ധാതുക്കളുടെ കലവറ എന്ന് അറിയപ്പെടുന്നത്. ഇനി ഇവിടുത്തെ കാലാവസ്ഥകളൊക്കെ തന്നിട്ടുണ്ട്. ഉപദ്വീപീയ പീഠഭൂമിയിലെ കാലാവസ്ഥ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ, ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഇതൊന്ന് പഠിച്ചു വെക്കുക. ഈ ഒരു പോയിന്റ് ഒന്ന്, ഈ ഭാഗങ്ങളൊന്ന് ശ്രദ്ധയോടെ പഠിക്കുക. ഉഷ്ണമേഖലയിലെ സ്ഥാനം, ഉപദ്വീപിന്റെ സവിശേഷ ആകൃതി, സമുദ്രനിരപ്പിൽ നിന്നുള്ള അകലം, പർവ്വതനിരകളുടെ കിടപ്പ്, മൺസൂൺ കാറ്റിന്റെ ഗതി, ഇതൊക്കെ എന്താണ്? അവിടുത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്ത് ചൂട് എന്ന് പറയുന്നത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉഷ്ണകാലത്ത് 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്നാൽ മാർച്ച് മാസം ആകുമ്പോൾ ഡക്കാൻ പീഠഭൂമിയിൽ താപനില 38 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. ഇതൊരു പോയിന്റ് ശ്രദ്ധിക്കുക. ഒരു പ്രദേശത്ത് ഒരു ദിവസം അനുഭവപ്പെടുന്ന കൂടിയ താപനിലയും കുറഞ്ഞ താപനിലയും തമ്മിലുള്ള വ്യത്യാസമാണ് ദൈനിക താപാന്തരം. ഇനി ഉപദ്വീപീയ പീഠഭൂമിയിലെ മഴ എന്ന് പറയുന്നത് മഴ മിതമോ വിരളമോ ആണ്. ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കണേ. മഴ കുറവുള്ള പ്രദേശത്തെ നമ്മൾ ഇന്നലെ പറഞ്ഞില്ലേ മഴനിഴൽ പ്രദേശം എന്ന് പറയുന്നത്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? ഇന്നലെ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞതാണ്. കേരളത്തിലെ മഴനിഴൽ പ്രദേശം ഏതാണ്? താഴെ കമന്റ് ചെയ്യണേ. ഇനി നോക്കുക, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ.
വടക്ക് കിഴക്കൻ മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ എന്താ? മഹാരാഷ്ട്രയുടെ തീരത്ത് വന്നു ചേരുന്ന തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാറ്റ് നർമ്മദ താപ്തി നദീ തടങ്ങളിലൂടെ ഉപദ്വീപിൽ പ്രവേശിക്കുകയും മധ്യ ഇന്ത്യയിലുടനീളം മിതമായ തോതിൽ മഴ നൽകുകയും ചെയ്യുന്നു. അതേപോലെ വടക്ക് കിഴക്കൻ മൺസൂണും പഠിച്ചു വെക്കുക. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ന്യൂനമർദ്ദ ചുഴികൾ ഉപദ്വീപിന്റെ കിഴക്കൻ തീരത്തിട്ട് ബംഗാൾ ഉൾക്കടലില് രൂപപ്പെടുന്നത്, അതോട് ശ്രദ്ധിക്കണം. പിന്നെ ഉപദ്വീപീയ നദികള്. ഉപദ്വീപ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലവിഭാജകം എന്താണ് എന്നുള്ളത് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞതെന്നാണ്. ഉപദ്വീപിലെ നീരൊഴുക്കിനെ മൂന്നായി തരംതിരിക്കാം. കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾ, പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾ, വടക്കോട്ടൊഴുകി യമുനയിലും ഗംഗയിലും ചേരുന്ന നദികൾ ഏതൊക്കെ? കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾ നമ്മൾ പഠിച്ചു എന്നല്ലേ. പടിഞ്ഞാറോട്ടൊഴുകി അറബിക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? നർമ്മദ, താപ്തിയിലെ നർമ്മദ, താപ്തിയാണ്. ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന ഉപദ്വീപീയ നദികൾ മഹാനദി, ഗോദാവരി, ഇതൊക്കെ ഏതാണ്? കിഴക്കോട്ട് ഒഴുകിയിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദികളാണ്. നോക്കാം നമുക്കിവിടെ. കിഴക്കോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? ഉപദ്വീപീയ നദികളിൽ ജന്മം വയ്ക്കുന്നത് പശ്ചിമഘട്ടത്തിലാണ്. മഹാനദി, ഇത് വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നീ നദികളും അവയുടെ പോഷക നദികളുമാണ് എന്ത് ചെയ്യുന്നത്? കിഴക്കോട്ട് ഒഴുകിയിട്ട് ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്നത്. ഗോദാവരിയാണ് ഏറ്റവും നീളം കൂടിയ ഉപദ്വീപ നദി. ഇന്നലെ പഠിപ്പിച്ചതാണ്. 1465 കിലോമീറ്റർ നീളമാണ്. അതേപോലെ വിസ്തൃതി 3.13 ലക്ഷം വിസ്തൃതി. ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നത് ഗോദാവരിയാണ്. ഇനി ഉപദ്വീപീയ നദിയിലെ ഏറ്റവും വലിയ നദി ഗോദാവരി ആണെങ്കിൽ ഏറ്റവും വലിയ രണ്ടാം സ്ഥാനത്തുള്ള നദി ഏതാണ്? കൃഷ്ണയാണ്. മൂന്നാം സ്ഥാനം കാവേരിയാണ്. പഠിക്കണേ. ഒന്നാം സ്ഥാനം ഗോദാവരി, രണ്ടാം സ്ഥാനം കൃഷ്ണ, മൂന്നാം സ്ഥാനം കാവേരി. നീരൊഴുക്ക് വളരെ കുറവായിരിക്കും ഉപദ്വീപീയ നദികൾ എന്ന് പറയുന്നത്. അതേപോലെ എന്താണ് വൃഷ്ടി പ്രദേശം? ഒരു നദിയിലേക്ക് ജലം ഒഴുകിയെത്തുന്ന നിശ്ചിത ഭൂപ്രദേശമാണ് നദിയുടെ വൃഷ്ടി പ്രദേശം. ഇതൊക്കെ നില പറഞ്ഞു. നീർത്തടം എന്താണ് എന്ന് പറഞ്ഞു. ഒരു നദിയും അതിന്റെ പോഷക നദികളും ഉൾപ്പെടുന്ന പ്രദേശമാണ് നീർത്തടം. എന്താണ് ജലവിഭാജകം? രണ്ട് നീർത്തടങ്ങളെ തമ്മിൽ വേർതിരിക്കുന്ന അതിർത്തി രേഖയാണ് ജലവിഭാജകം എന്ന് പറയുന്നത്. ഇനി മഹാനദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? റായ്പൂരിലെ സിഹാവ മലനിരകളിൽ നിന്നാണ്. ഗോദാവരി ഉത്ഭവിക്കുന്ന മഹാരാഷ്ട്രയിലെ നാസിക്കിൽ നിന്നാണ്. കൃഷ്ണ ഉത്ഭവിക്കുന്ന മഹാബലേശ്വറിൽ നിന്നാണ്. കാവേരി ഉത്ഭവിക്കുന്ന ബ്രഹ്മഗിരി കുന്നുകളിൽ നിന്നാണ്. നമ്മൾ ഫസ്റ്റ് ക്ലാസ് ഇന്ത്യൻ ജോഗ്രഫിയിൽ ഇന്ത്യൻ നദികൾ നമ്മൾ ക്ലാസ്സുകൾ വ്യക്തമായിട്ട് എടുത്തതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ അന്ന് ചർച്ച ചെയ്തതാണ്. അപ്പോൾ ഒരു റിവിഷൻ ആയിട്ട് ഇവിടെ എടുക്കുക. അപ്പോൾ മഹാനദിയുടെ പോഷക നദികളാണ് ഇബ്, ടെല്ല്. ഗോദാവരിയുടെ പോഷക നദികളാണ് പ്രാണഹിത, ഇന്ദ്രാവതി, ശബരി. കൃഷ്ണയുടെ പോഷക നദികൾ ഏതൊക്കെയാ പഠിച്ചത്? നമ്മള് തുംഗഭദ്ര, ഭീമ, കൊയ്ന. കാവേരിയുടെ കബനി, ഭവാനി, അമരാവതി. ഇനി പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണമാണ് നർമ്മദിയും താപ്തിയും. ഓക്കെ, അവിടെ ഇത് ചെയ്യും. പടിഞ്ഞാറ് തീരസമുദ്രത്തിലൂടെ ഒഴുകിയിട്ട് അറബിക്കടലിൽ പതിക്കും. അതേപോലെ ദുവാന്തർ വെള്ളച്ചാട്ടം, സർദാർ സരോവർ, വിവിധോദ്ദേശ നദീതട പദ്ധതിയൊക്കെ നർമ്മദ നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. നർമ്മദ നദി സ്ഥിതി ചെയ്യുന്ന വെള്ളച്ചാട്ടങ്ങളാണ് ദുവാന്താറും സർദാർ സരോവർ, വിവിധോദ്ദേശ നദീതട പദ്ധതി. ഇനി നർമ്മദ നദി ഉത്ഭവിക്കുന്നത് അമർകണ്ടകിൽ നിന്നാണ്. താപ്തി ഉത്ഭവിക്കുന്നത് മുൾട്ടായി പീഠഭൂമിയിൽ നിന്നാണ്. നർമ്മദയുടെ പോഷക നദികളാണ് ഹിരണം, ബഞ്ചാറും. താപ്തിയുടെ പോഷക നദികളാണ് പൂർണ്ണയും ഗിർണിയും. ഇനി ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപ നദികൾ ഏതാണ്? ഗംഗയിലേക്ക് എത്തുന്നത് മാളവ പീഠഭൂമിയുടെ നദിയിലേക്കും ഗംഗാ നദിക്കും ചേർന്ന പ്രധാനപ്പെട്ട നദി. ഇതൊന്ന് പഠിച്ചു വെക്കണേ. ഇതൊന്ന് പ്രീവിയസ് ആയിട്ട് ചോദിച്ചതാണ്. ഉപദ്വീപീയ നദികൾ നമ്മൾ സാധാരണ ഉപദ്വീപീയ നദികൾ ഹിമാലയൻ നദികളും പഠിക്കും, ഉപദ്വീപീയ നദികളും പഠിക്കില്ലേ. ഹിമാലയൻ നദികൾക്ക് ഉദാഹരണമാണ് ഗംഗ, സിന്ധു, ബ്രഹ്മപുത്ര എന്ന് പറഞ്ഞു. ഉപദ്വീപീയ നദികൾക്ക് ഉദാഹരണമാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്ന് പറഞ്ഞു. അതിൽ തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് ഏതാണ്? കിഴക്കോട്ട് ഒഴുകുന്നതിനെ കുറിച്ച്. എന്നാൽ ഇവിടെ വേറൊരു സവിശേഷത, ഈ ഉപദ്വീപീയ നദികൾ ഗംഗയിലേക്ക് എത്തുന്നുണ്ട്. അത് ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ചമ്പൽ, ബെതുവ, കെൻ എന്നിവയാണ്. അത് ഏതിന്റെ പോഷക നദികളാണ്? യമുന അല്ലെ, യമുനയുടെ പോഷക നദികൾ. യമുന അല്ലെ, ചമ്പൽ, ബെതുവ, കെൻ കേട്ടോ. ചമ്പൽ, ബെതുവ, കെൻ. ചമ്പൽ, ബെതുവ, കെൻ ഗംഗയിലേക്ക് എത്തുന്ന ഉപദ്വീപീയ നദികളാണ്. ഇനി എന്താണ് വിവിധോദ്ദേശ നദീതട പദ്ധതി? ഒരു നദിക്ക് കുറുകെ അണക്കെട്ട് നിർമ്മിച്ച് വിവിധ ആവശ്യങ്ങൾ സാധ്യമാക്കുന്ന പദ്ധതികളാണ് വിവിധോദ്ദേശ നദീതട പദ്ധതികൾ. വിവിധോദ്ദേശ നദീതട, വിവിധ ഉദ്ദേശം അല്ലെ, വിവിധോദ്ദേശ നദീതട പദ്ധതി. എന്തുകൊണ്ടാണ് ഇങ്ങനെ പദ്ധതികൾ രൂപം കൊള്ളുന്നത്? വെള്ളപ്പൊക്കം നിയന്ത്രിക്കാനും ജലസേചനത്തിനും ജലവൈദ്യുതോൽപാദനത്തിനും ഉൾനാടൻ ജലഗതാഗതത്തിനും മത്സ്യബന്ധനത്തിനും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. ഇനി ഹിരാക്കുഡ് നദീതട പദ്ധതി സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇതെല്ലാം. ഇതൊക്കെ പ്രീവിയസ് ആണ്. ഇതൊക്കെ ഈ ബോക്സുകളൊക്കെ പ്രീവിയസ് ആണ്, പഠിച്ചോളണം. ഹിരാക്കുഡ് മഹാനദിയിലാണ്.
തുംഗഭദ്ര അണക്കെട്ട് തുംഗഭദ്ര നദിയിലാണ്. സർദാർ സരോവർ അണക്കെട്ട് നർമ്മദ നദിയിലാണ്. കൃഷ്ണരാജസാഗർ കൃഷ്ണ നദിയിലല്ല, കാവേരിയിലാണ്. നിസാം സാഗർ ഗോദാവരിയിലാണ്. ഇനി അതേപോലെ തന്നെ ഉപദ്വീപ് പീഠഭൂമിയിലെ നൈസർഗിക സസ്യജാലങ്ങളാണ് ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകള്, ഉഷ്ണമേഖല മുൾക്കാടുകള്, ദക്ഷിണ പർവ്വത വനങ്ങള് കേട്ടോ. അപ്പൊ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു വെക്കുക. എന്താണ് ആർദ്ര ഇലപൊഴിയും വനങ്ങളും, എന്താണ് വരണ്ട ഇലപൊഴിയും വനങ്ങൾ എന്നൊക്കെ ഒന്ന് വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് മക്കളെ ഒന്ന് വായിച്ചു വിടണേ. SSCRT ഭാഗമായതുകൊണ്ട് നമുക്കത് ഒഴിവാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയൊരു ക്ലാസ് ഇവിടെ ആഡ് ചെയ്തത്. ഇനി ഉപദ്വീപ് പീഠഭൂമിയിലെ മണ്ണിനങ്ങള് ഏതൊക്കെയാണ്? കറുത്ത മണ്ണ്, ചെമ്മണ്ണ്, ലാറ്ററൈറ്റ് മണ്ണൊക്കെ ഉണ്ട്. അതേപോലെ ഓരോ പ്രദേശത്തു നിന്നുള്ള ശിലകളിൽ നിന്ന് രൂപപ്പെട്ട അതതിടങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന മണ്ണിനങ്ങളാണ് തനതിടം. തനത് ഭാഗത്ത് ഇൻസിറ്റു അല്ലെ, ഇൻസിറ്റു സോയിൽ. എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് അത് അവിടെ തന്നെ നിക്ഷേപിക്കുക അല്ലെ. ഓരോ പ്രദേശത്തുമുള്ള ശിലകളിൽ നിന്ന് രൂപപ്പെട്ട് അതത് ഇടങ്ങളിൽ തന്നെ രൂപപ്പെടുന്ന മണ്ണാണ് തനതിട മണ്ണ്. അപ്പൊ ചോദ്യം വന്നാലോ, തനതിട മണ്ണിന് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ കറുത്ത മണ്ണ്. എന്നാൽ നദിയിലൂടെയോ കാറ്റിലൂടെയോ ഒക്കെ നീക്കം ചെയ്യപ്പെട്ട് മറ്റു പ്രദേശങ്ങളിൽ നിക്ഷേപിച്ച് കാണപ്പെടുന്ന മണ്ണിനങ്ങളാണ് ഏത് പറയുന്നത്? കൊണ്ടുവരുന്ന മണ്ണിനങ്ങൾ എന്ന് വിളിക്കുന്നു അല്ലെ. മണ്ണിനങ്ങളെ വഹിച്ചു കൊണ്ടുവന്ന മണ്ണിനങ്ങൾ എന്ന് വിളിക്കുന്നു. അതാണ് എക്കൽ മണ്ണ്. ഓക്കെ, കറുത്ത മണ്ണ് തനതിട മണ്ണിന് ഉദാഹരണമാണ്. വഹിച്ചു കൊണ്ടുവരുന്ന മണ്ണിന് ഉദാഹരണമാണ് എക്കൽ മണ്ണ്. ഇനി കറുത്ത മണ്ണ് പഠിക്കണം. ബസാൾട്ട് ലാവാശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊണ്ടതാണ് കറുത്ത മണ്ണ്. ബസാൾട്ട് ശിലകൾക്ക് കേട്ടോ. ഇനി ചെമ്മണ്ണ് എന്താണ്? പ്രാചീന പരൽ രൂപ കായാന്തരിത ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചിട്ടാണ് ചെമ്മണ്ണ് രൂപം കൊള്ളുന്നത്. ഇതിന്റെ ചുവപ്പ് നിറത്തിന് കാരണം ഇരുമ്പിന്റെ സാന്നിധ്യമാണ്. ഞാന് വെരി ഇമ്പോർട്ടന്റ് ഇങ്ങനെ വെരി ഇമ്പോർട്ടന്റ് എന്നിട്ട് ആ ഭാഗങ്ങളൊന്ന് ഒന്നും കൂടി ശ്രദ്ധിച്ചു പഠിക്കുക. ഇനി ലാറ്ററൈറ്റ് മണ്ണ് എന്ന് പറയുമ്പോൾ പൊതുവെ ഫലഭൂയിഷ്ടി കുറഞ്ഞതാണ്. ഏത്? കൃഷിയോഗ്യമല്ല. പക്ഷെ തേയില, കാപ്പി, റബ്ബർ, അടയ്ക്ക തോട്ടവിളകൾക്കായിട്ട് വൻതോതിൽ പ്രയോജനപ്പെടുത്തുന്നത് ലാറ്ററൈറ്റ് മണ്ണാണ്. ഇനി പർവ്വത മണ്ണോ? പശ്ചിമഘട്ട പൂർവ്വഘട്ട മലനിരകൾക്കിടയിലാണ് പർവ്വത മണ്ണ് കാണപ്പെടുന്നത്. ഉപദ്വീപ് പീഠഭൂമിയിലെ കൃഷി എന്തൊക്കെയാണ്? നെല്ല്, ഗോതമ്പ്, പരുത്തി, പുകയില, കാപ്പി, തേയില. ഇതൊക്കെ ഉപദ്വീപ് പീഠഭൂമിയിലെ കൃഷികളാണ്. ഇനി കാപ്പി, ഇതൊന്ന് പഠിക്കണേ. കർണാടകമാണ് ഇന്ത്യയിലെ കാപ്പി ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം. കർണാടക. അതേപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് കാപ്പി കൃഷിയുടെ ഏകദേശം 59% കാപ്പി ഉൽപാദനത്തിൽ 71% കർണാടകയാണ്. ബാക്കി 22% കേരളമാണ് 2-ാം സ്ഥാനത്ത്. കാപ്പി ഉൽപാദനം 1-ാം സ്ഥാനം കർണാടക, 2-ാം സ്ഥാനം കേരളം. പ്രധാനപ്പെട്ട കാപ്പി ഇനങ്ങൾ ഏതൊക്കെയാണ് പഠിച്ചത്? അറബിക്കയും റോബസ്റ്റയും. ഇനി തേയിലയോ? തേയില കൃഷി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എവിടെയാണ്? അസം മേഖലയിലാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ തേയില കൃഷി ചെയ്യുന്നത് എവിടെയാണ്? അസം മേഖലയിലാണ്. അതുപോലെ കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ കാലാവസ്ഥ ഒരുക്കുന്നത് ഡക്കാൻ പീഠഭൂമി പ്രദേശമാണ്. കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഡക്കാൻ പീഠഭൂമി പ്രദേശം. എന്താണ് ഡക്കാൻ പീഠഭൂമിയിലെ ഈ കരിമ്പ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? കറുത്ത ലാവ മണ്ണ്, നല്ല ഉഷ്ണമേഖല കാലാവസ്ഥ, ദീർഘമായ വിളവെടുപ്പ് കാലം, ഓക്കെ, ഇതൊക്കെയാണ്. അതുപോലെ കരിമ്പിന്റെ ഉഷ്ണമേഖലയിൽ വിളിയുന്ന കരിമ്പില് ഉയർന്ന അളവിൽ സൂക്രോസ് കാണപ്പെടും. ഇനി പരുത്തി കൃഷി വെരി ഇമ്പോർട്ടന്റ് ആണ്. ഒക്ടോബർ മാസത്തോടെ ആരംഭിച്ച് ജനുവരി മാസത്തിൽ വിളവെടുക്കും. ഇവിടെ ഇതൊന്ന് പഠിച്ചു വെക്കണേ. 21 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ താപനിലയാണ് പരുത്തി കൃഷിക്ക് അനുയോജ്യമായത്. അതുപോലെ മഴ 50 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ കേട്ടോ. 21 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ താപനില, 50 സെന്റിമീറ്റർ മുതൽ 100 സെന്റിമീറ്റർ വരെ വാർഷിക വർഷപാതം. കറുത്ത മണ്ണാണ് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം. രാജ്യത്ത് ആകെ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം ഗുജറാത്ത്, മഹാരാഷ്ട്ര 2-ാം സ്ഥാനം. ഇനി ധാതുക്കളുടെ ഇന്ത്യയിൽ ഉപദ്വീപ് പീഠഭൂമിയിലാണ് ധാതു വിഭവങ്ങൾ കേന്ദ്രീകരിക്കുന്നത് അല്ലെ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയെ എന്തു പറയുന്നു? ധാതുക്കളുടെ ഹൃദയഭൂമി എന്ന് അറിയപ്പെടുന്നു. ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ് ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല. ചോദ്യം വരും ട്ടോ. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതുമേഖല ഏതെന്ന് ചോദിച്ചാൽ ഛോട്ടാ നാഗ്പൂർ ഒഡീഷ പീഠഭൂമിയാണ്. ഇനി ഇവിടെ നോക്കിക്കേ, ധാതു വിഭവങ്ങളുടെ ലഭ്യത അനുസരിച്ച് ഉപദ്വീപ് പീഠഭൂമിയെ വടക്ക് കിഴക്കൻ പീഠഭൂമി പ്രദേശം, മധ്യമേഖല, ദക്ഷിണ മേഖല, തെക്ക് പടിഞ്ഞാറ് മേഖല, വടക്ക് പടിഞ്ഞാറ് മേഖല എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഒന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിക്കണം കേട്ടടാ.
ഇനി ജനജീവിതം എന്താ ചോദിച്ചാൽ മിതമായ ജനസംഖ്യയുള്ളൂ. പീഠഭൂമി പ്രദേശമുള്ളത് അതുകൊണ്ട് അവിടെ മിതമായിട്ടുള്ള ജനസംഖ്യ മാത്രമേ അവിടെ ഉള്ളൂ. പിന്നെ ഇനി അടുത്തത് നമ്മൾ മരുഭൂമികളാണ്. 3 കഴിഞ്ഞു അല്ലെ. ഉത്തരം പർവ്വത മേഖല കഴിഞ്ഞു, ഉത്തരം മഹാസമതലം കഴിഞ്ഞു, ഉപദ്വീപ് പീഠഭൂമി കഴിഞ്ഞു. ഇനി മരുഭൂമികളാണ്. 25 സെന്റിമീറ്ററിലും താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശത്തെയാണ് നമ്മൾ എന്ത് പറയുക, മരുഭൂമി എന്ന് പറയുക കേട്ടോ. 25 സെന്റിമീറ്റർ കേട്ടോ, 25 സെന്റിമീറ്റർ മഴ താഴെയുള്ളതാണ് മരുഭൂമി. മരുഭൂമിക്ക് ഡെസേർട്ട് എന്ന പേരുണ്ടായത് എങ്ങനെയാണ്? ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. മരുഭൂമികളെ കുറിച്ചിട്ടുള്ള പഠനം എറൈമോളജി. ഈ അടുത്തൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു അടുത്ത എക്സാമിന് ചോദിച്ചിട്ടുണ്ട് മരുഭൂമികളെ കുറിച്ചുള്ള പഠനം ഏതെന്ന്. എറൈമോളജി ആണ്. ലാറ്റിൻ ഡെസേർട്ടം എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് മരുഭൂമി എന്ന പദം ഉണ്ടായത്. 25 സെന്റിമീറ്റർ താഴെ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശത്തെയാണ് പൊതുവെ മരുഭൂമികൾ എന്ന് പറയുക. മരുഭൂമി ശീത മരുഭൂമിയുണ്ട്, ഉഷ്ണ മരുഭൂമിയുണ്ട്. ശീതം പറഞ്ഞെന്താ? വർഷം മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുന്ന തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശം ശീതമരുഭൂമി അല്ലേ. അതേപോലെ ഉഷ്ണമരുഭൂമി എന്ന് പറയുമ്പോൾ എന്താണ്? അതിന് ഉദാഹരണമാണ് ഏത്? താർ മരുഭൂമി കേട്ടോ. ഇനി താർ മരുഭൂമി എന്ന് പറയുമ്പോൾ നോക്ക്, 2 ലക്ഷത്തിൽ പരം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതി ഉണ്ട് കേട്ടോ. 2 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ് താർ മരുഭൂമിയുടെ വിസ്തൃതി എന്ന് പറയുന്നത്. ആ 2 ലക്ഷത്തിൽ 1.7 ലക്ഷവും ഇന്ത്യയിലാണ്. 3/2 ഭാഗം അല്ലേ, നമ്മൾ നേരത്തെ പറഞ്ഞു 3/2 ഭാഗം രാജസ്ഥാനിലാണ്, ബാക്കി ഭാഗം ഹരിയാന, പഞ്ചാബ്, ഗുജറാത്തിൽ വ്യാപിച്ചു കിടക്കുന്നു. അതേപോലെ എങ്ങനെ ഈ താർ മരുഭൂമി രൂപപ്പെട്ടത്? രാജസ്ഥാന്റെ പടിഞ്ഞാറ് മേഖല മഴ തീരെ കുറവാണ് അല്ലേ. ഇപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏത് കൊണ്ടാണ്? തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റ് കൊണ്ടാണ്. ഇതൊക്കെ ഒന്ന് വായിച്ചു വെക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് വിഭാഗം. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് താഴെ വന്നിട്ട് കമന്റ് ഇടരുത്. ഇതൊക്കെ ഞങ്ങൾ വായിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ മിസ്സേ ക്ലാസ് ഇട്ട് എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരരുത്. ഞാൻ ഏതൊക്കെയാണ് ഇമ്പോർട്ടന്റ് എന്നുള്ള ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരുന്നുണ്ട്. താർ മരുഭൂമിയെ 2ആയി തരംതിരിക്കാം. മരുസ്ഥലി എന്നും അല്ലെ. മരുസ്ഥലി എന്ന് പറഞ്ഞാൽ വരണ്ട സമതല, അതായത് യഥാർത്ഥ മരുഭൂമി മേഖല. രാജസ്ഥാൻ ബാഗർ എന്ന് പറഞ്ഞാൽ അർദ്ധ മരുഭൂമി മേഖല, നേരത്തെ പഠിച്ചു. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക, മരുസ്ഥലിയും ബാഗറും നമുക്ക് നോക്കാം. ഇവിടുന്ന് ചോദ്യങ്ങൾ വരാറുണ്ട് കേട്ടോ. മരുസ്ഥലിയും ബാഗറും ഗ്രാനൈറ്റ്, നെയ്സ്, ഷിസ്റ്റ് തുടങ്ങിയവയാൽ നിർമ്മിതമായ തടശിലകൾ അങ്ങിങ്ങായി ഉയർന്നു നിൽക്കുന്ന അതിവിശാലമായ മണൽപ്പരപ്പാണ് മരുസ്ഥലി. ഞാൻ പോയിന്റ് വരുമ്പോ പറയാം. ഇവിടുത്തെ ഇതൊന്ന് പോയിന്റ് പഠിച്ചിട്ട് 200 മീറ്റർ മുതൽ 250 മീറ്റർ വരെയാണ് മരുസ്ഥലിയുടെ ഉയരം. അതേപോലെ ഇവിടെ മണൽക്കൂനുകള്, ഇതിന്റെ ഇവിടുത്തെ പ്രധാനപ്പെട്ട മണൽക്കൂനുകൾ ഏതാണ്? ദ്രിയാൻ എന്ന മണൽക്കൂനുകൾ കാണപ്പെടുന്നത് മരുസ്ഥലി ഭാഗത്താണ് കേട്ടോ. ദ്രിയാൻ എന്ന മണൽക്കൂനുകൾ. ഇനി രാജസ്ഥാൻ ഭാഗത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് നോക്കിക്കേ, റോഹി എന്നറിയപ്പെടുന്ന തുരുത്തുകൾ കാണപ്പെടുന്നത് ബാഗർ പ്രദേശത്താണ്. രോഹി എന്നറിയപ്പെടുന്ന ഫലഭൂയിഷ്ടമായ തുരുത്ത് കൃഷി സാധ്യമാണ് രാജസ്ഥാൻ ബാഗറിലാണ്. ഈ ലൂണി നദി, ലൂണിയുടെ പോഷക നദികൾ ഈ അടുത്തൊരു എക്സാമിൽ 2026 ഫസ്റ്റ് ഒരു എക്സാം നടന്നതിൽ ചോദിച്ചിട്ടുണ്ട്. ലിൽറി, സുക്രി, ജവായി, ഇതാണ് ലൂണി നദിയുടെ പോഷക നദികൾ. രാജസ്ഥാൻ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദിയാണ് ഏത്? ലൂണി നദി അല്ലെ. ലിൽറി, സുക്രി, ജവായി. ഉപ്പ് നദി എന്നർത്ഥമുള്ള ലവണവാരി എന്ന സംസ്കൃത പദത്തിൽ നിന്നാണ് ഈ നദിക്ക് ലൂണി എന്ന പേര് ഉണ്ടായത്. സംസ്കൃതമാണ്. അരാവലി പർവ്വതനിരയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതേപോലെ നോക്കിയ രാജസ്ഥാൻ ബാഗർ പ്രദേശത്തെ ഉപ്പ് തടാകമാണ് ഏത്? സാംഭാർ തടാകം എന്ന് പറയുന്നത്. ദിദ്വാന, സർഗോള്, കാത്തു എന്നിവയൊക്കെ രാജസ്ഥാൻ ബാഗർ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന തടാകങ്ങളാണ്. കാത്തു അല്ലെ. ഇനി മരുഭൂമിയിലെ വ്യത്യസ്ത ഭൂരൂപങ്ങളാണ് അപഹന വർഗത്തം, ഗുഹകള്, കൂൺശിലകള്, മണൽമേടുകളൊക്കെ കാണപ്പെടുന്നത്. അതുപോലെ താർ മരുഭൂമിയിൽ രൂപപ്പെടുന്ന വിവിധതരം മണൽമേടുകളാണ് ബർക്കനുകള്, പാരാബോണിക് മണൽമേട്, സീഫ്, ഐദർഗ്യ വലിയൊരു ലെസ്. എങ്ങനെ ഈ കുട്ടികൾ ഇതൊക്കെ പഠിക്കാന്നല്ലേ.
ചെറിയ മക്കളല്ലേ ഇതൊക്കെ പഠിക്കുന്നത്. എൻ്റെ അമ്മ ഇവരൊക്കെ ഇങ്ങനെ എക്സാം എഴുതിയിട്ടൊക്കെ പാസ്സാകണമെങ്കിലുള്ള കാര്യം നമുക്ക് തന്നെ തല പുകയുന്നുണ്ട് ഇത് വായിക്കുന്ന സമയത്ത്. അതും ജോഗ്രഫി ഇഷ്ടമല്ലാത്തൊരു ഏരിയയാണ്. ഓക്കെ, ഇനി മരുഭൂമിയിലെ കാലാവസ്ഥകൾ, വേനൽക്കാലമുണ്ട്, മഴക്കാലമുണ്ട്, ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഇവിടെ പഠിക്കാൻ ഇതൊക്കെ മരുഭൂമിയിലുള്ള കാലാവസ്ഥകളും അവിടുത്തെ മണ്ണിന്റെ പ്രത്യേകതകളും അവിടുത്തെ സസ്യജാലങ്ങൾ എന്താണ്, അവിടുത്തെ ജന്തുക്കൾ എന്താണ്. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഒട്ടകമാണ് അല്ലെ? അത് പഠിച്ചു വെക്കണം. ഇനിയിപ്പോ ഇതിന്റെ ഇടയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ പൊങ്കാലി ഇടും. അതുകൊണ്ടാണ് വായിക്കാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ ഇമ്പോർട്ടന്റ് ഭാഗം ഞാൻ നന്നായി വായിച്ചു തരുന്നുണ്ട്. ഇവിടെ ഇമ്പോർട്ടന്റ് ആണ് അടയാളപ്പെടുത്തി തരുന്നുണ്ട്. ഓക്കെ ആണോ? നിങ്ങൾ ലെസൺ വായിച്ചിട്ട് ഇതൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല. ഇവിടെ ശ്രദ്ധിക്കണം. ഇതേപോലെ ഈ താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നതില്ലേ രാജസ്ഥാനിലെ മക്രാന മാർബിൾ കേട്ടോ. മാർബിൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇതായത് ഇപ്പോ ഈ നമ്മുടെ കേരളത്തിലേക്കൊക്കെ ഇവിടുന്ന് മാർബിൾ ഇറക്കുന്നുണ്ട്. കാരണം ഈ രാജസ്ഥാനിലെ മക്രാന മാർബിൾ, കാരണം താജ്മഹൽ നിർമ്മിച്ചിരിക്കുന്നത് പോലും ഈ മക്രാന മാർബിൾ ആണ്, രാജസ്ഥാനിലാണ് കാണപ്പെടുന്നത് കേട്ടോ. പഠിക്കുന്ന മക്രാന മാർബിള്. പിന്നെ വിനോദസഞ്ചാരങ്ങൾ അല്ലെ, ഹവാമഹല്, അജ്മീർ ഫോർട്ട്, ദിൽവാര ജെയിൻ ക്ഷേത്രം, റണക്പൂർ ജെയിൻ ക്ഷേത്രം തുടങ്ങിയവയൊക്കെ ആകർഷണീയമായിട്ടുള്ള കേന്ദ്രങ്ങളാണ്. ഇനി തീരസമുദ്രം. തീരസമുദ്രം ഞാൻ ഓട്ടിച്ച് വായിച്ചു പോകും കേട്ടോ. തീരസമുദ്രം കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ തീരസമുദ്രം പടിഞ്ഞാറ് തീരസമുദ്രവും കിഴക്കൻ തീരസമുദ്രം ഒക്കെ പഠിച്ചു വിട്ടതാണ്. തീരസമുദ്രം എന്ന് പറയുമ്പോൾ ഏറ്റവും ജനനിബിഡമാണ് അല്ലെ, ഇഷ്ടംപോലെ ജനങ്ങൾ താമസിക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇന്ത്യൻ തീരസമുദ്രത്തെ രണ്ടായി തരംതിരിക്കാം: പടിഞ്ഞാറൻ തീരസമുദ്രം, കിഴക്കൻ തീരസമുദ്രം. പടിഞ്ഞാറൻ തീരസമുദ്രം എന്ന് പറയുമ്പോൾ ഉപദ്വീപ പീഠഭൂമിക്കും അറബിക്കടലിനും ഇടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുജറാത്തിലെ കച്ച് മുതൽ കന്യാകുമാരി വരെ 1840 കിലോമീറ്റർ ആണ് നീളം, 10 കിലോമീറ്റർ വീതി, 10നും 15 കിലോമീറ്ററിനും ഇടയിലുമാണ്. പടിഞ്ഞാറൻ തീരസമുദ്രം ഒരു താഴ്ത്തപ്പെട്ട തീരമാണ്. പഠിച്ചു വെക്കണം. പടിഞ്ഞാറൻ തീരസമുദ്രം താഴ്ത്തപ്പെട്ട. ഞാൻ ഒന്ന് വായിച്ചു പോകുള്ളൂ, കാരണം ഞാൻ അന്ന് അത്ര ഡെപ്ത് ആയിട്ട് ക്ലാസ് എടുത്ത് തന്നതാണ് മിനിങ്ങാമത്തെ ഫസ്റ്റ് ജോഗ്രഫി ക്ലാസ്സില്. അതേപോലെ തീരത്തോടു കൂടി കായലുകൾ അല്ലെ, പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ മറ്റൊരു സ്ഥിതി. കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് അഴിമുഖങ്ങളും കാണപ്പെടുന്നത് എവിടെയാണ്? പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ പറഞ്ഞു തന്നതാണ്. ഇനി പടിഞ്ഞാറൻ തീരസമുദ്രത്തെ 3 ഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ് പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ 3 ഭാഗങ്ങൾ? ഏതൊക്കെയാണ്? ഗുജറാത്തും കൊങ്കണും മലബാറും ട്ടോ. അപ്പൊ അന്ന് ഞാൻ അത് ക്ലാസ് എടുത്തു തന്ന സമയത്ത് അതിന്റെ സ്ലൈഡ് ഒന്ന് മാറിപ്പോയില്ലേ, അതിലവിടെ ഒരു കറക്ഷൻ നമ്മളിപ്പോ ഇവിടെ അത് ചെയ്തു തരാം ട്ടോ. ഗുജറാത്ത് തീരസമുദ്രം പഠിക്കുമ്പോ ഇത് ഗുജറാത്തും കൊങ്കണും മലബാറും പടിഞ്ഞാറൻ തീരസമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതിലെ ഗുജറാത്ത് തീരസമുദ്രം വരുമ്പോൾ റാൻ ഓഫ് കച്ച് പ്രദേശവും സൗരാഷ്ട്ര മേഖലകളും ദാമൻ ദിയു ദാദ്ര നഗർ ഹവേലി പ്രദേശങ്ങളും ഒക്കെ ഉൾപ്പെട്ടതാണ് ഗുജറാത്ത് തീരസമുദ്രം പറഞ്ഞു. സബർമതി മാഹി നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് രൂപം കൊണ്ടത് എന്ന് പഠിച്ചു. അതുപോലെ ചെറുതും വലുതുമായ ദ്വീപുകളും ഉപദ്വീപ്, കടലിടുക്ക്, ചതുപ്പ് നിലം, വേലിയേറ്റച്ചാലുകളൊക്കെ ഇവിടുത്തെ കാണപ്പെടുന്നുണ്ട്. കപ്പലുകളുടെ ശവപ്പറമ്പ് എന്നറിയപ്പെടുന്ന അലാങ് കടൽ തീരം, പരുത്തി തുണി വ്യവസായ കേന്ദ്രങ്ങളായ സൂററ്റ്, വഡോദര, മത്സ്യബന്ധന ഹാർബറായ വെരാവല്, ദണ്ഡി കടപ്പുറം, ഇതൊക്കെ എന്താണ്? ഗുജറാത്ത് തീരസമുദ്രത്തിന്റെ പ്രത്യേകതകളാണ് അല്ലെ. അതേപോലെ തന്നെ കൊങ്കൺ തീരം പറയുമ്പോൾ ഗുജറാത്ത് തീരസമുദ്രത്തിന്റെ തെക്ക് ഭാഗത്ത് ദാമൻ മുതൽ ഗോവ വരെ 500 കിലോമീറ്റർ. പ്രീവിയസ് ചോദ്യമാണ്. കൊങ്കൺ തീരത്തിന്റെ ദൈർഘ്യം പഠിക്കണം. ഇത് തീരസമുദ്രം വളരെ ഇടുങ്ങിയതാണ് എന്ന് പഠിച്ചു. പിന്നെ നമ്മൾ എന്താ പഠിച്ചത് നോക്കിക്കണേ? നാവശേവ തുറമുഖം, മോർമുഗാവോ എന്നീ പ്രകൃതിദത്ത തുറമുഖങ്ങള്, മാൽപേ മത്സ്യബന്ധന ഹാർബർ, ഇതൊക്കെ കൊങ്കൺ തീരസമുദ്രത്തിന്റെ പ്രത്യേകതയാണ്. മലബാർ തീരം പറയുമ്പോൾ നമ്മുടെ അവിടേക്ക് വരണം അല്ലെ. മലബാർ മുതൽ കന്യാകുമാരി വരെ 580 കിലോമീറ്റർ ആണ് ദൈർഘ്യം. കൊങ്കൺ 500 ഉണ്ടെങ്കിൽ മലബാർ 580 ആണ്. കൊങ്കൺ തീരത്തേക്കാൾ വീതി കൂടുതലാണ്. പിന്നെന്താ പഠിച്ചത്? ഇവിടെ വേമ്പനാട്ട് കായൽ പ്രത്യേകതയാണ്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെയുള്ള NW3 ദേശീയ ജലപാതകളിലൊന്ന് NW3 കാണപ്പെടുന്നുണ്ട്. വർക്കല, ഏഴിമല, ബേക്കൽ തുടങ്ങിയ വേമ്പനാട്ട് കായലൊക്കെ കാണപ്പെടുന്നു. മുഴുപ്പിലങ്ങാട് ബീച്ച്, ചാവക്കാട് ബീച്ച്, കോവളം ബീച്ച് കാണപ്പെടുന്നു.
തണ്ണീർത്തടങ്ങളും കായലുകളും ദേശാടന പക്ഷികളുടെ പ്രജനന കേന്ദ്രങ്ങളും ഒക്കെയാണ്. കടലുണ്ടി പക്ഷി സങ്കേതം, കുമരകം, പാതിരാമണൽ പക്ഷി സങ്കേതങ്ങൾ ഇതിന്റെ പ്രത്യേകതയാണ്. ഇവിടുത്തെ നാഞ്ചിനാടും കുട്ടനാടും കോൾനിലങ്ങളും നെല്ലറകളും നീണ്ടകര തുറമുഖം, മുനമ്പം തുറമുഖം, പൊന്നാനി തുറമുഖം, ബേപ്പൂർ തുറമുഖം, മത്സ്യബന്ധന ഹാർബറുകളും ഒക്കെ മലബാർ തീരത്തിന്റെ പ്രത്യേകതകളാണ്. ഇനി കിഴക്കൻ തീരസമുദ്രം എടുക്കുമ്പോൾ പൂർവ്വഘട്ടത്തിലും ബംഗാൾ ഉൾക്കടലിലും മധ്യ സ്ഥിതി ചെയ്യുന്നതാണ്. കിഴക്കൻ തീരസമുദ്രം മഹാനദി ഡെൽറ്റ പ്രദേശം മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു. 1800 കിലോമീറ്റർ ആണ് കിഴക്കൻ തീരസമുദ്രത്തിന്റെ വിസ്തൃതി എന്ന് പറയുന്നത്. മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി ഉപദ്വീപ നദികളുടെ നിക്ഷേപണ ഫലമായിട്ടാണ് കിഴക്കൻ തീരസമുദ്രം രൂപം കൊണ്ടിരിക്കുന്നത്. ഇതൊരു ഉയർത്തപ്പെട്ട തീരമാണ്. പടിഞ്ഞാറൻ തീരസമുദ്രം താഴ്ത്തപ്പെട്ട തീരവും കിഴക്കൻ തീരസമുദ്രം ഉയർത്തപ്പെട്ട തീരവുമാണ്. അതേപോലെ തന്നെ മഹാനദി, കൃഷ്ണ, ഗോദാവരി, കാവേരി ട്ടോ ശ്രദ്ധിക്കുന്ന നദികള്. ഇനി കിഴക്കൻ തീരസമുദ്രം പറയുമ്പോൾ രണ്ടാണ്, വടക്കൻ സർക്കാസ് തീരവും കോർമാൻഡൽ തീരവും. ഒഡീഷ, ആന്ധ്രാപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുടെ തീരദേശമാണ്. വടക്കൻ സർക്കാസിൽ ഉൽക്കൽ സമതലം എന്നറിയപ്പെടുന്നു അല്ലെ. ഒഡീഷയിൽ ഇത് ഉൽക്കൽ സമതലം എന്ന് അറിയപ്പെടുന്നു. ആന്ധ്രാപ്രദേശിൽ ഇത് ആന്ധ്രാ സമതലം എന്ന് അറിയപ്പെടുന്നു. അതേപോലെ ചിൽക്ക തടാകം ഏതിനാണ്? വടക്കൻ സർക്കാസിന്റെ തീരമായിട്ട് വരുന്ന ചിൽക്ക തടാകം അല്ലെ. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകങ്ങൾ ഒന്നാണ് ഇത് ചിൽക്ക തടാകം. ആന്ധ്രയിലെ കൊല്ലേരു തടാകം ഇതൊക്കെ ഏതിനാണ്? വടക്കൻ സർക്കാസ് തീരത്തിന്റെ കിഴക്കൻ തീരസമുദ്രത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. വിശാഖപട്ടണം തുറമുഖം, മസൂലിപട്ടണം, പിന്നെ ശ്രീകാകുളം, ഈസ്റ്റ് ഗോദാവരി, വെസ്റ്റ് ഗോദാവരി തുടങ്ങിയ നെല്ലറകള്, വിശാഖപട്ടണം, മസൂലിപട്ടണം തുടങ്ങിയ മത്സ്യബന്ധന ഹാർബറുകള് ഒക്കെ വടക്കൻ സർക്കാസിന്റെ പ്രത്യേകതകളാണ്. ഇനി കോറമാൻഡൽ കൃഷ്ണാനദി ഡെൽറ്റ മുതൽ കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്നു കേട്ടോ, ശ്രദ്ധിക്കണേ. ഇനി കാവേരി നദി ഡെൽറ്റയും ഭാഗമാണ്. പിന്നെ ഡെൽറ്റ എക്കൽ മണ്ണ് കോറൽമാൻഡൽ തീരസമുദ്രത്തെ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമാക്കുന്നുണ്ട്. പുലിക്കെട്ട് തടാകം കോറൽമാൻഡൽ തീരത്താണ്. പുലിക്കെട്ട് തടാകം. പിന്നെ ഈ പുലിക്കെട്ട് തടാകത്തിന്റെ തീരത്താണ് നമ്മൾ പറഞ്ഞു ISRO ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. പുലിക്കെട്ട് തടാകം, പോയിന്റ് കാലിമർ പക്ഷി സങ്കേതം, പിച്ചാവാരം കണ്ടൽക്കാട് ഇതൊക്കെ കോറൽമാൻഡൽ തീരത്തിന്റെ പ്രത്യേകതയാണ്. നാഗപട്ടണം, കടലൂര് മത്സ്യബന്ധന ഹാർബറുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട്. മറീന ബീച്ച് ഇതൊക്കെ കോറൽമാൻഡൽ തീരത്തിന്റെ പ്രത്യേകതയാണ്. ഇനി ദ്വീപുകൾ, 2 ദ്വീപ് സമൂഹങ്ങളുണ്ട്. ലക്ഷദ്വീപ് അല്ലെ, അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷദ്വീപ്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്നു. ലക്ഷദ്വീപ് എന്ന് പറയുമ്പോൾ 280 മുതൽ 480 കിലോമീറ്റർ വരെ മാറി കേരള തീരത്ത് നിന്നും അറബിക്കടലായിട്ട് സ്ഥിതി ചെയ്യുന്നു. പവിഴപ്പുറ്റുകളായി രൂപപ്പെട്ടതാണ്. പിന്നെ 36 ദ്വീപുകളുണ്ട്. അതിൽ 10 ദ്വീപുകൾ ജനവാസമുണ്ട്. ലക്ഷദ്വീപിന്റെ തലസ്ഥാനം കവരത്തിയാണ്. 36 ദ്വീപുകളിൽ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്ത് ദ്വീപ്. ഇതൊക്കെയാണ് ലക്ഷദ്വീപിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചത്. ഓക്കെ, ഇതൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത വിഷയങ്ങളാണ്. ഓക്കെയാണോ? അങ്ങനെ നമ്മൾ ഇന്ത്യൻ ജോഗ്രഫി ഇവിടെ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ് കേട്ടോ. SSCRT ഭാഗങ്ങൾ മുഴുവനായിട്ട് തന്നിട്ടുണ്ട്. SSCRT ഭാഗത്തിന് ഇമ്പോർട്ടന്റ് കൊടുത്തേ പറ്റൂ. നന്നായിട്ട് പഠിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് അടുത്ത ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.